ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്ക് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ബാക്കി ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നലെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. നമ്മൾ സ്ലേവ് ഡൈനാസ്റ്റി വരെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സിലബസ് ആണ് നോക്കിയത്. മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ നോക്കി. അതെന്തൊക്കെയാണ് ഉള്ളതെന്നും ഏത് പോർഷനിൽ പ്രിലിംസിലാണ് ചോദിക്കുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. പിന്നെ PYQs ജസ്റ്റ് നോക്കി അതിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് PYQ വരുന്നതെന്ന് നമ്മൾ നോക്കി. എന്നിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയത് എന്താണ് മെഡീവൽ ഹിസ്റ്ററി എന്നും ഏത് ടൈം പീരീഡ് തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് നോക്കിയത്. പിന്നെ അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ നടത്തിയെന്ന് നോക്കി. എന്നിട്ട് ഏർലി മെഡീവൽ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു തുടങ്ങി. അതിൽ വരുന്ന 3 ഇമ്പോർട്ടന്റ് ഡൈനാസ്റ്റിയാണ് എന്നിട്ട് പഠിച്ചത്. പാലാസ്, ഗുർജാർ പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്. അതുപോലെ തന്നെ കന്നോജിന് വേണ്ടിയുള്ള ബാറ്റിലാണ് ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അടുത്ത് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ സൗത്തില് അവിടെയുള്ള അതിന് ആ കിങ്ഡം പഠിച്ചതിന് ശേഷം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പാറ്റേൺ പഠിച്ചു. പാറ്റേൺ പഠിച്ചതിന് ശേഷം നമ്മൾ സൗത്തിലുള്ള മെയിൻ കിങ്ഡം ആയിട്ടുള്ള ചോള എംപയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവരുടെയും മെയിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പാറ്റേൺ എന്തൊക്കെയാണ് നമ്മൾ നോക്കി. അവിടുത്തെ ആർക്കിടെക്ചർ നോക്കി. അതിനുശേഷം ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിന് ശേഷം മെയിൻ ആയിട്ട് മുസ്ലിം ഇൻവേഷൻസ് വന്നപ്പോൾ ആ വന്ന സമയത്ത് ഇന്ത്യ ഡിഫെൻഡ് ചെയ്ത കിങ്ഡംസ് ആണ് രാജ്പുത് കിങ്ഡംസ്. അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. ലാസ്റ്റ് എന്ത് ചെയ്തു, ഓരോ ഇൻവേഷൻസ് ആയിട്ട് നോക്കി. ഇഷ്ടംപോലെ മുസ്ലിം ഇൻവേഷൻസ് വന്നു. അതിൽ ഫസ്റ്റ് വന്ന ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ കാസിം ആണെന്ന് പറഞ്ഞു. രണ്ടാമത് വന്ന മുഹമ്മദ് ഓഫ് ഗസ്നി ആണെന്ന് പറഞ്ഞു. അതുപോലെ മൂന്നാമത് മുഹമ്മദ് ഓഫ് ഗോറി, മുഹമ്മദ് ഗോറി. അപ്പൊ ഇങ്ങനെ 3 പേരുടെ മുസ്ലിം ഇൻവേഷൻസ് നമ്മൾ കണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതിൽ ഏറ്റവും അവസാനം വന്ന മഹ്മൂദ് ഓഫ് ഗോറി അല്ലെ മുഹമ്മദ് ഗോറിയുടെ തന്നെ സ്ലേവ് ആയിരുന്ന കുത്ബുദ്ദീൻ ഐബക്കാണ് അടുത്ത ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ കുറെ ഡൈനാസ്റ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. സ്ലേവ്, ഖിൽജി, തുഗ്ലക്, സെയ്ദ്, ലോധീസ്. അപ്പൊ ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതാണ്. അവരെന്ന് പറയുന്ന ടർക്ക് ഒറിജിൻ ആണ്, അല്ലെങ്കിൽ തുർക്ക്മിനിസ്ഥാൻ ഒറിജിൻ ആയിരിക്കും. അതുപോലെ തന്നെ നേരത്തെ വന്ന റൂളേഴ്സ് എല്ലാം എന്താണ് ഇവിടെ ഇൻവൈഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് വന്നത്. പക്ഷെ അവർ ഇൻവൈഡ് ചെയ്യുക എന്നുള്ളതല്ല, ഇവരിവിടെ ഒരു ഹോം ആയിട്ട് തന്നെയാണ് ആര് ഈ സുൽത്താനേറ്റ് വന്നത്. അതാണ് ആ ഒരു ഇൻവൈഡ് ചെയ്യുന്ന ഫോഴ്സസിന്റെയും ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിന്റെ വ്യത്യാസം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്ലേവ് ഡൈനാസ്റ്റി പഠിച്ചു തുടങ്ങി. അതിൽ നമ്മൾ കുത്ബുദ്ദീൻ ഐബക്ക് പഠിച്ചു. അതിനുശേഷം ഇൽത്തുമിഷ് പഠിച്ചു. അതിനുശേഷം നമ്മൾ റസിയ പഠിച്ചു. റസിയ പഠിച്ചാണ് നമ്മൾ നിർത്തിയ മൂന്നാമത്തെ രാജ്ഞി അല്ലെങ്കിൽ ഏക ഒരു മുസ്ലിം രാജ്ഞിയായിട്ട് നമ്മൾ റസിയെ പഠിച്ചാണ് നിർത്തിയിരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബാൽബൻ. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞാണ് റസിയ. റസിയ എന്ത് ചെയ്തു, അവസാനം ഒരു റിവോൾട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഖോഖാർ എന്ന് പറയുന്ന ഒരു പ്ലണ്ടറിങ് ട്രൈബിന്റെ അറ്റാക്ക് കാരണം മരണപ്പെടുന്നത്. അങ്ങനെ റസിയയുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ കഴിയുന്നു, അവിടുത്തെ റൂള് കഴിയുന്നു. അടുത്ത് വരാൻ പോകുന്ന ബാൽബനാണ്. ബാൽബൻ വരുന്നതിന് മുമ്പേ വേറൊരു രാജാവായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. അത് നസിറുദ്ദീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ രാജാവാണ്. റസിയ കഴിഞ്ഞ് കുറെ റൂളേഴ്സ് വന്നു, 1-2 റൂളേഴ്സ് വന്നു. പക്ഷെ അതത്ര ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള മെയിൻ ആയിട്ട് ബാൽബൻ വന്ന സമയത്തുള്ള റൂളർ എന്ന് പറഞ്ഞാൽ നസിറുദ്ദീൻ മുഹമ്മദാണ്. നസിറുദ്ദീൻ മുഹമ്മദിന്റെ കോർട്ടിലെ നൈബ് ആയിരുന്നു ബാൽബൻ. അത് കൃത്യമായിട്ട് പഠിക്കുക. നസിറുദ്ദീൻ മുഹമ്മദിന്റെ കോർട്ടിലെ നൈബ്. അപ്പൊ ഡൗട്ട് വരും എന്താണ് നൈബ് എന്നുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സുൽത്താൻ കാണും, നമുക്ക് ഞാൻ കൃത്യമായിട്ടൊന്ന് എഴുതി കാണിച്ചു തരാം. സുൽത്താൻ കാണും. ഈ സുൽത്താൻ ആണെങ്കിൽ എല്ലാ പവറും സുൽത്താന്റെ കയ്യിലായിരിക്കും എന്തായാലും ഉള്ളത്, നമുക്കറിയാം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എന്നുണ്ടെങ്കിൽ സുൽത്താനെ പോലെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു പൊസിഷനാണ് വസീർ എന്ന് പറയുന്നത്. വസീർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പ്രൈം മിനിസ്റ്റർ പൊസിഷൻ, പിന്നെ അതുപോലെ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് വസീർ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ സുൽത്താന്റെ മെയിൻ പവർ എല്ലാം വസീറിന് പോകുമ്പോൾ വസീറിന്റെ കയ്യിൽ പവർ കോൺസെൻട്രേഷൻ വരികയും അങ്ങനെ എന്ത് പറ്റും, അയാള് സുൽത്താനെ കീഴടക്കുന്നതിന് കാരണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു വസീറിന്റെ പവറിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള 2 പൊസിഷൻസ് ഉണ്ട്. അതിലൊരു പൊസിഷനാണ് നൈബും, പിന്നെ 2 വക്കീൽ എന്ന് പറഞ്ഞ 2 പൊസിഷൻസ്. നൈബ് ഒരു ഡെപ്യൂട്ടി പോലത്തെ പൊസിഷനാണ്. വക്കീലും അതിന് ലോ ആൻഡ് ഓർഡറും, പിന്നെ അതുപോലെ ഈ വസീറിന്റെ ആ ഒരു പവറിനെ മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. അപ്പോഴും ഒരാളുടെ കൂടുതൽ പവർ ആവില്ല. ഒരു വസീറിന് കൂടുതൽ പവർ കോൺസെൻട്രേഷൻ കുറയും. അതിനാണ് ഈ ഒരു പൊസിഷൻസ് ഉള്ളത്. അപ്പൊ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. സുൽത്താൻ കാണും. സുൽത്താന്റെ ഫൈനാൻസും PM പോലത്തെ ഒരു പൊസിഷൻ ആയിരിക്കും വസീർ. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സുൽത്താനെ കൊണ്ടുവന്ന 2 പൊസിഷൻസ് ആണ്. ഒന്ന് ഡെപ്യൂട്ടി പൊസിഷൻ ആയിട്ടുള്ള നൈബും, പിന്നെ വക്കീൽ എന്ന് പറഞ്ഞ പൊസിഷന്. അപ്പൊ ബാൽബൻ ആരാന്ന് വെച്ചാൽ ബാൽബൻ ഒരു നൈബ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക, ഒരു ഡെപ്യൂട്ടി ആയിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ആദ്യത്തെ 20 വർഷം അദ്ദേഹത്തിന്റെ റോളിന്റെ ആദ്യത്തെ 20 വർഷം പുള്ളി നൈബ് ആയിരുന്നു. അടുത്തുള്ള 20 വർഷമാണ് മെയിൻ ആയിട്ട് സുൽത്താനായിട്ട് മാറുന്നത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നൈബ് ആയിരുന്നു. നൈബ് ആയിട്ട് തന്നെ പുള്ളി എന്ത് ചെയ്യും, പുള്ളി ഇന്ത്യയെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരു പഠനം നടത്തി. എങ്ങനെയൊക്കെയാണെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു 20 വർഷത്തെ റൂളിൽ. പിന്നെ അതുപോലെ തന്നെ നോബിൾസിന്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ അറിയായിരുന്നു. ചിഹൽഗനിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. കാരണം ചിഹൽഗനിയാണ് ഇപ്പം പ്രശ്നങ്ങൾക്കെല്ലാം മെയിൻ കാരണം എന്നാണ്. ചിഹൽഗനി തുടങ്ങിയ നമുക്കറിയാം ഇൽത്തുമിഷിന്റെ സമയത്ത് തുടങ്ങിയ സംഭവമാണ് ചിഹൽഗനി.
ഈ നോബിൾ ആൾക്കാർ അതിനെ റസിയക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുപോലെ ബാൽബൻ നൈബായിരിക്കുന്ന സമയത്ത് തന്നെ ഈ നോബിൾസിന്റെ പ്രശ്നങ്ങൾ ബാൽബന് കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പൊ ഈ 20 വർഷം റൂൾ ചെയ്തതിനു ശേഷം പതുക്കെ വിഷം കൊടുത്ത് കൊന്നു എന്നൊക്കെയാണ് കഥയിൽ പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഉറപ്പില്ല. പക്ഷെ ചരിത്രരേഖകൾ പറയുന്ന അവിടുത്തെ രാജാവിനെ വിഷം കൊടുത്ത് കൊന്നാണ് ബാൽബൻ രാജാവാകുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബാൽബൻ രാജാവായിട്ട് വരുമ്പോൾ ബാൽബൻ 20 വർഷത്തെ ഒരു നൈബിന്റെ സർവീസ് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പോഴേ ബാൽബൻ ചെയ്ത ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ബാൽബൻ ഡിവിനിറ്റി ഓഫ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു തിയറി അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ നമ്മൾ ആ ഡിവിനിറ്റി ഓഫ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞ തിയറിയെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ആദി വരാഹ അത് ഏത് കിങ്ഡത്തിലാണെന്ന് നിങ്ങളൊന്ന് ആക്റ്റീവ് റീകോൾ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദി വരാഹ. അപ്പൊ അതുപോലെ തന്നെ ഒരു ടൈറ്റിൽ ബാൽബൻ എടുത്ത ടൈറ്റിലാണ് ഗോഡ്സ് ഷാഡോ എന്ന് പറയും. സിൽഹെ ഇലാഹി എന്നൊക്കെ ഒരു പേരുണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കണ്ട, ജസ്റ്റ് നോക്കിയത് ഗോഡ്സ് ഷാഡോ ഓൺ എർത്ത്, ദൈവത്തിന്റെ എർത്തിലുള്ള ഒരു ഷാഡോ ആണ് ബാൽബൻ എന്ന രീതിയിൽ. അപ്പോഴും ദൈവത്തിന്റെ തന്നെ ഷാഡോ, അപ്പൊ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആൾ. അപ്പോഴും പ്രജകൾക്ക് ഒരിക്കലും ബാൽബനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി തോന്നില്ല, ബാൽബന്റെ ഒരു കാര്യം അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴെന്താണ് അവിടെ ഡിവിനിറ്റി ഓഫ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞ ആ തിയറി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈൻ ബേസ്, പവറിനെ സെൻട്രലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പിന്നെയും ചെയ്യും. അതിൽ വേറൊരു കാര്യമാണ് കോർട്ട് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി പ്രോസ്ട്രേഷൻ കൊണ്ടുവരും. അല്ലെങ്കിൽ എന്താണ് പിന്നെ അതിൽ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രോസ്ട്രേഷൻ, അതിനെ സിജിഡ എന്ന് പറയും. പിന്നെ സുൽത്താന്റെ ഫീറ്റിനെ നമിക്കുന്ന പാബോസ് എന്ന് പറയും. ഓക്കെ, ഒന്ന് വണങ്ങുകയാണ് പ്രോസ്ട്രേഷൻ, അതാണ് സിജിഡ എന്ന് പറയുന്നത്. ഓക്കെ, സിജിഡ എന്ന് വെച്ചാൽ വണങ്ങുക. അടുത്ത് പാബോസ് എന്ന് പറഞ്ഞാൽ പൈബോസ് എന്നൊക്കെ പറയുന്നത് സുൽത്താന്റെ ഫീറ്റിനെ കിസ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. സുൽത്താൻ എവിടെ നിൽക്കുന്നോ ഒരാളെ സുൽത്താൻ അഡ്രസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? പ്രോസ്ട്രേഷൻ, കുനിഞ്ഞ് കുമ്പിടണം. രണ്ടാമത് ചെയ്യണം സുൽത്താന്റെ ഫീറ്റിൽ കിസ് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ ഉടനെ എക്സിക്യൂട്ട് ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പുള്ളിയുടെ പവർ സെൻട്രലൈസ് ചെയ്തു ഈ ഒരു സിജിഡയും പാബോസും വെച്ചിട്ട്. അതുപോലെ തന്നെ പുള്ളി പേർഷ്യൻ ഫെസ്റ്റിവൽ ആയിട്ടുള്ള നവറോസ് എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ പുള്ളി കൊണ്ടുവന്നു. ഓക്കെ, അതും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പേർഷ്യൻ ഫെസ്റ്റിവൽ ആയിട്ടുള്ള നവറോസ്, പേർഷ്യൻ ന്യൂ ഇയർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നവറോസ്. അപ്പൊ നവറോസ് കൊണ്ടുവന്നതും ബാൽബനാണ്. അതുപോലെ തന്നെ പുള്ളി ടർക്കിഷ് നൊബിലിറ്റിയുടെ ചാമ്പ്യൻ ആയിട്ടാണ് നിലകൊണ്ടത്. നമുക്കറിയാം ഈ സുൽത്താൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ടർക്കിഷ് അല്ലെ തുർക്കുമിനിസ്ഥാൻ ഒറിജിനിലുള്ളവരാണ്. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് തുർക്കുമിനിസ്ഥാൻ ഒറിജിനുള്ളവരാണ്. അപ്പൊ ഈ നൊബിലിറ്റിയിൽ ചിഹൽഗനിയിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുണ്ട്. ടർക്കിലുള്ള ആൾക്കാരുണ്ട്, തജിക്കിസ്ഥാനിലുള്ള തജിക്സ് ഉണ്ട്, അഫ്ഗാൻസ് ഉണ്ട്. പക്ഷെ അതിന് തന്നെ ബാൽബൻ കൃത്യമായിട്ട് കൊടുത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ടർക്കിഷ് നൊബിലിറ്റിയാണ് കൂടുതൽ അദ്ദേഹം പ്രിഫർ ചെയ്തതെന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മറ്റു നോബിൾസിന് പവർ കൊടുത്തില്ല. കാരണം അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ടർക്ക് എന്ന് പറയുമ്പോൾ അയാളുടെ തന്നെ ആൾക്കാർ പിന്നെ ഒരു യൂണിറ്റി അവിടെ കാണും. നേരത്തെ പോലെ അങ്ങ് തമ്മിലടി വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹം എടുത്ത ഒരു പോളിസിയാണ് പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് പറയുന്ന പോളിസി. ഓക്കെ, ഇപ്പൊ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എടുത്തു. അതുപോലെ വേറെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം, ഇന്ത്യൻ മുസ്ലിംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇന്ത്യൻ മുസ്ലിംസിന് കൊടുത്തിട്ടില്ല. അദ്ദേഹം ടർക്കുമിനിസ്ഥാൻ ഒറിജിനിലുള്ളവർക്കാണ് കൂടുതലും കൊടുത്തത്. ടർക്കിഷ് നോബിൾസിന്റെ ചാമ്പ്യൻ ആയിട്ടാണ് അദ്ദേഹം ആക്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് പറഞ്ഞൊരു പോളിസി അദ്ദേഹം ഏറ്റെടുത്തു എന്നുള്ളതാണ്. പോളിസി ഓഫ് ബ്ലഡ് ആണെന്ന് പറഞ്ഞാൽ പോളിസി ഓഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ റേഷ്യൽ പ്യൂരിറ്റി, പ്യുവർ ബ്ലഡ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഒരു 40 പവർഫുൾ ആയിട്ടുള്ള നോബിൾസ് ഉണ്ടെന്ന് വെക്കുക ചിഹൽഗനിയിൽ. അപ്പൊ അതിൽ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ അവരുടെ ഒറിജിൻ ട്രേസ് ചെയ്യുക. അവരുടെ അച്ഛനാര്, അപ്പൂപ്പന്റെ അപ്പൂപ്പനാരെന്ന് ട്രേസ് ചെയ്യുമ്പോൾ എല്ലാം നോബിൾ ഒറിജിൻ ആയിരിക്കണം, അല്ലെങ്കിൽ അത് റോയൽ ഒറിജിൻ ആയിരിക്കണം. റോയൽ ഇപ്പൊ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ റോയൽ ബ്ലഡ് അല്ല, ഒരു സാധാരണക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ പവർ കുറയും, അയാളെ പുറത്താക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ തർക്കങ്ങളുടെ അടിസ്ഥാനം മാറും എന്നുള്ളതാണ്. അതായത് സാധാരണ നോബിൾസിന്റെ ഇടയിൽ തർക്കം എന്ന് പറഞ്ഞാൽ ആരാണ് ടർക്കുമിനിസ്ഥാനിലുള്ള, അല്ലെങ്കിൽ ആരാണ് തജിക്ക്, ആരാണ് ടർക്ക്, ആരാണ് അഫ്ഗാൻ എന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ പ്രശ്നം വരാൻ കാര്യമില്ല. ഏത് വിഭാഗത്തിലെ ആളായാലും റേഷ്യൽ പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു ഒരുമ കൊണ്ടുവരാൻ വേണ്ടി അവിടെയും ശ്രമിച്ചു. ഓക്കെ, അങ്ങനെ ഒരു ഒരുമ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സുൽത്താന് ഭരിക്കാൻ എളുപ്പമാണ്, ഭിന്നിപ്പുകൾ കുറയുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ 2 അയൺ സപ്രഷൻ ഓഫ് എനിമീസിനെ സപ്രസ് ചെയ്തു എന്നുള്ളതാണ്. ഒരാള് സുൽത്താനെതിരെ റിവോൾട്ട് ചെയ്തു എന്ന് കണ്ടപ്പോൾ സുൽത്താൻ എന്ത് ചെയ്തു, അയാളെ മാത്രമല്ല അയാളുടെ കുടുംബത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഹാങ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്രയ്ക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ട് കൊണ്ടുവന്നാണ് പവർ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഒരു രാജാവ് എന്ന് പറയുമ്പോൾ എപ്പോഴും പവർ സെൻട്രലൈസ് ചെയ്യും. സെൻട്രലൈസേഷൻ ആയിരിക്കും അവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ്. വികേന്ദ്രീകരണം അഥവാ ഡീസെൻട്രലൈസേഷൻ ഒക്കെ ഈ ഒരു നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നടക്കുള്ളൂ. ഒരു രാജാവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സെൻട്രൽ അതോറിറ്റി വേണം, എന്നാലേ നന്നായിട്ട് ഭരിക്കാൻ പറ്റത്തുള്ളൂ. സെൻട്രൽ അതോറിറ്റി കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ ആ പവർ ഡിവൈഡ് ചെയ്തു പോകും. എന്നിട്ട് മറ്റൊരാൾ പവർഫുള്ളായി രാജാവിനെ കീഴടക്കി വരും. അതുകൊണ്ട് എപ്പോഴും സെൻട്രലൈസേഷനാണ് നല്ലത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പ്രശ്നമാവുന്ന എപ്പോഴും തന്നെ അടുത്ത രാജാവ് വരുമ്പോൾ, നെക്സ്റ്റ് കിങ് വരുമ്പോൾ അയാൾ അത്ര എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇത്രയും പവറിനെ താങ്ങാൻ പറ്റത്തില്ല അയാൾക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റ് കഴിവുള്ള ആൾക്കാർ വന്ന് ഇയാളെ വെട്ടിയെടുത്തോണ്ട് പോകും. അങ്ങനെയാണ് ഓരോ കിങ്ഡംസും മാറുന്നത്. ഓക്കെ, അത് കോമൺ ആയിട്ട് ഒരു ആസ്പെക്ട് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. പക്ഷെ ബാൽബൻ എല്ലാ പവറിനെ സെൻട്രലൈസ് ചെയ്ത് നോക്കി.
പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എടുത്തു. ഇനി നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോഴും മാർത്താണ്ഡവർമ്മയുടെ കാര്യം പറയുമ്പോഴും നമ്മൾ ഇവിടെ ഇത് പറയും, പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ മാർത്താണ്ഡവർമ്മയെ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്യുക, നമ്മൾ എല്ലാ ഹിസ്റ്ററിയും നമുക്ക് കണക്ട് ചെയ്യണം. അതായത് നമ്മളിപ്പോ ഞാൻ മിഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഒരു കാര്യം പറയുമ്പോൾ അതേ സമയത്ത് കേരളത്തിൽ എന്താണ് നടന്നതെന്നും കൂടെ നിങ്ങൾ ഓർമ്മിക്കുക. അപ്പൊ ഇതിൽ കൂടുതൽ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുന്ന മോഡേൺ ഹിസ്റ്ററി ആണ്. അപ്പൊ ഇതേപോലെ മിഡിവൽ ഹിസ്റ്ററി നമ്മൾ നോക്കില്ല, എന്നാലും ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈം എടുക്കുമ്പോൾ 1800-കളിൽ എന്തൊക്കെ നടന്നു, ഇന്ത്യൻ ഹിസ്റ്ററി എന്തൊക്കെ നടന്നു, കേരള ഹിസ്റ്ററി എന്തൊക്കെ നടന്നു, വേൾഡ് ഹിസ്റ്ററി എന്തൊക്കെ നടന്നു. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു കൃത്യമായിട്ട് ധാരണ കിട്ടും. ഹിസ്റ്ററി ആസ് എ സബ്ജക്ട് കുറച്ചുകൂടി എളുപ്പമാവും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്, അവരെ ബരീഡുകൾ എന്നാണ് വിളിക്കുന്നത്. അവർ നോബിൾസിന്റെ ആക്ടിവിറ്റി ഒക്കെ ഒളിച്ചിരുന്ന് കറക്റ്റ് ആയിട്ട് സ്പൈ വർക്ക് ചെയ്ത് കണ്ടുപിടിക്കും. എന്തെങ്കിലും അവർ തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, ബാൽബിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതിനെ ബറീഡ്സ് എന്നാണ് വിളിക്കുന്നത്. മുനിയൻസ് എന്നും വിളിക്കാറുണ്ട്. മുനിയൻസ് നമ്മൾ താഴോട്ട് മുമ്പ് ആ വാക്ക് നമ്മൾ കേൾക്കും. മുനിയൻസ്, ബറീഡ്സ് എന്നൊക്കെ വിളിക്കുന്ന ഈ സ്പൈസിനെയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കിങ്ഡത്തിന് എക്സ്പാൻഡ് ചെയ്ത് പുള്ളി ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ റീസ്റ്ററേഷൻ ഓഫ് ലോ ആൻഡ് ഓർഡർ ആണ്. അതാണ് വേറൊരു കാര്യം. എപ്പോഴും നമ്മളിങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ അതിന് പിടിച്ച സ്ഥലങ്ങളൊന്നും നേരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബാൽബന്റെ അറ്റൻഷനും അതായിരുന്നു, കൂടുതൽ സ്ഥലം വെട്ടിപ്പിടിക്കുകയല്ല, പിടിച്ച സ്ഥലങ്ങൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറെ സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ ഒരു സെപ്പറേറ്റ് ഉള്ള ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ പേരാണ് ദിവാനെ അരീസ്. ബാൽബന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസിൽ ഒരെണ്ണമാണ് ദിവാനെ അരീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇൽത്തുമിഷിന്റെ ചിഹൽഗനി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് കോയിൻസ് കൊണ്ടുവന്നു, സിൽവർ തങ്ക കോയിൻസ് കൊണ്ടുവന്ന് പറയും പോലെ, നമ്മുടെ ബാൽബന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ദിവാനെ അരീസ് എന്ന ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. ഈ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ആർമിയുടെ റിവ്യൂ, ഹോഴ്സസിന്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ദിവാനെ അരീസിന്റെ ഹെഡിന്റെ പേരാണ് അറീസെ മാംലിക് എന്ന് പറഞ്ഞത്. ഓക്കെ, അന്ന് നോക്കി വെച്ചിരിക്കുക. ദിവാനെ അരീസിന്റെ ഹെഡ് അറീസെ മാംലിക്. അതുപോലെ തന്നെ അദ്ദേഹമായിരുന്നു ചീഫ് ആർക്കിടെക്ട് ഓഫ് ഡൽഹി സൽത്തനേറ്റ് എന്ന് പറഞ്ഞത്. അതായത് മൊണാർക്കിയൽ പവറിനെ ഒരു സെനറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി, അത് സ്ലേവ് ഡൈനാസ്റ്റിയിൽ. അടുത്ത് നമ്മൾ ഖിൽജി പഠിക്കുമ്പോൾ നമ്മൾ അലാവുദ്ദീൻ ഖിൽജി ഒക്കെ പഠിക്കും, അദ്ദേഹം ഒരു കിടിലമായിരുന്നു. അതേപോലെ പക്ഷെ നമ്മൾ ഈ ഒരു സ്ലേവ് ഡൈനാസ്റ്റി നോക്കുമ്പോൾ തന്നെ പവറിനെ എൻഹാൻസ് ചെയ്ത് മൊണാർക്കിയുടെ ഒരു ഫുള്ളി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. ഏകദേശം 90% അദ്ദേഹം സക്സസ് ആയിരുന്നു. സക്സസ് ആകാത്ത ഒരു മേഖല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മംഗോൾ ത്രെട്ടാണ്. ഇൽത്തുമിഷ് പതുക്കെ എന്ത് ചെയ്തു, അതിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു ചെങ്കിസ് ഖാന്റെ ത്രെട്ടിനെ. പക്ഷെ ബാൽബനിലും ഇതേ സെയിം ത്രെട്ട് വന്നു. മംഗോൾ ചീഫായുള്ള തൈർ ബേഗ് എന്ന് പറഞ്ഞ ഒരു ആള് എന്ത് ചെയ്തു, ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വന്നു. ആ സമയത്ത് ബാൽബന് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ മംഗോൾ ത്രെട്ടിനെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ബാൽബന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പൊ ബാൽബൻ കൃത്യമായിട്ട് പഠിക്കുക, അദ്ദേഹം ആരാണ്, അദ്ദേഹം നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവസാനത്തെ രാജാവാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, പവർ മാറി എന്നുള്ളതാണ്. അടുത്ത് ഖിൽജി ഡൈനാസ്റ്റിയുടെ കയ്യിലാണ് പവർ വരുന്നത്. ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ ബാൽബന്റെ തന്നെ കോർട്ടിലുള്ള ഒരു നോബിലിറ്റി ആയിരുന്നു. കണ്ട, ഇപ്പൊ നൊബിലിറ്റിയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഈ നൊബിലിറ്റിക്ക് പവർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, അയാൾ പവർ പിടിച്ചെടുക്കും. അതായത് ഇത് മെയിൻ ആയിട്ട് ബാൽബന്റെ ചെറുമകന്റെ കൂടെയാണ് റിവോൾട്ട് ചെയ്തെന്ന്. അപ്പൊ ബാൽബൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ബാൽബൻ ഭയങ്കര പവർഫുൾ ആണ്. ബാൽബന്റെ പോളിസീസ് ഒക്കെ നമ്മൾ കണ്ടാണ്, പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ ആയാലും ഏത് പോളിസി ആയാലും. അതുകൊണ്ട് ബാൽബന്റെ ചെറുമകനായപ്പോ എന്ത് ചെയ്തു, അയാൾക്ക് കുറച്ചുകൂടെ കഴിവ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഒരു നോബിൾ ആയിട്ടുള്ള ജലാലുദ്ദീൻ ഖിൽജിയാണ് പവർ പിടിച്ചെടുക്കുന്നത്. മലിക് ഫിറോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് പവർ എടുത്ത് ഖിൽജി ഡൈനാസ്റ്റി കൊണ്ടുവരുന്നത്. അപ്പൊ ഖിൽജി ഡൈനാസ്റ്റിയുടെ സ്റ്റാർട്ടിങ് അപ്പൊ ഈ രണ്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ സ്റ്റാർട്ടിങ് 1206 ആണ്, അതായത് 1290 വരെ പോയി. 1290 തൊട്ട് 1320 വരെ ഖിൽജി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഖൽജി ഡൈനാസ്റ്റി ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിന്റെ ഫൗണ്ടർ ആരെന്ന് വെച്ചാൽ ജലാലുദ്ദീൻ ഖൽജിയാണ്. ഓക്കെ, അദ്ദേഹം ബാൽബന്റെ ചെറുമോനെതിരെയാണ് എന്ത് ചെയ്തത്, റിവോൾട്ട് ചെയ്ത് പവർ പിടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ജലാലുദ്ദീൻ ഖിൽജിയും കുറച്ച് വയസ്സനായിരുന്നു കേട്ടോ, അത് ഓർക്കാം. വയസ്സനായിട്ടാണ് പുള്ളി ക്രൗണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ച ആളാണ്, അല്ലെങ്കിൽ മരുമകനാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞാൽ. അലാവുദ്ദീൻ ഖിൽജി ഫാദർ ഇൻ ലോയെ കൊന്നതിന് ശേഷമാണ് അലാവുദ്ദീൻ ഖിൽജി പതുക്കെ പവർ അങ്ങ് പിടിച്ചെടുക്കും. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ആ പത്മാവത് സിനിമയിലെ തുടക്കത്തിലുള്ള സീനിൽ കാണിക്കും എങ്ങനെയാണ് ജലാലുദ്ദീൻ ഖിൽജി രാജാവുന്നതെന്നും അതിൽ നിന്ന് അലാവുദ്ദീൻ ഖിൽജി പവർ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നും ആ ഒരു സിനിമയെ കാണിക്കും. അതൊന്ന് കണ്ടാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. തുടക്കമുള്ള ഒരു 20 മിനിറ്റിനകത്ത് തന്നെ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, അതിനുശേഷം അലാവുദ്ദീൻ ഖിൽജി രാജാവായി. അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുമ്പോഴാണ് വൺ ഓഫ് ദ ബെസ്റ്റ് സുൽത്താൻസ്. ഇപ്പം ഡൽഹി സുൽത്താനേറ്റിലെ ഒരു ബെസ്റ്റ് സുൽത്താൻ ആയിരുന്നു അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞത്. അതിന് കുറെ കാരണങ്ങളുണ്ട്, നമ്മൾ ഓരോന്നായിട്ട് നോക്കും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്തുള്ള ഒരു മാപ്പാണിത്. അപ്പൊ ഇപ്പോഴും നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഒരാൾ രാജാവായി കഴിയുമ്പോൾ, ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള രാജാവായി കഴിയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ആദ്യം സീൽ ചെയ്യും, കാരണം ഫോറിൻ ഇൻവേഷൻസ് വരാതിരിക്കാൻ. അത് കഴിഞ്ഞ് രാജ്പുത്ത് ഏരിയ, മേവാർ ഏരിയ അവിടെയൊക്കെ സീൽ ചെയ്യും. അതിനുശേഷം ബംഗാൾ ഏരിയയിലോട്ട് കൂടുതലും ഖിൽജി പോയിട്ട് പോലുമില്ല. കണ്ട, അവിടെയൊന്നും അദ്ദേഹത്തിന്റെ ട്രെയിൻ ഇല്ല. ജസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ അത് ജോഗ്രഫിക്കലി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈൻ ആണ്. ഇത് ഹുമയൂണിനൊക്കെ പറ്റുന്ന മണ്ടത്തരങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം, ഇങ്ങോട്ട് ബംഗാളിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്ത് അലാവുദ്ദീൻ ഖിൽജിയുടെ ആ ഒരു റെയിൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്.
അടുത്ത് എന്താണ് അലാവുദ്ദീൻ ഖിൽജി ഇത്ര സ്പെഷ്യൽ ആക്കുന്നതിനുള്ള കാരണം? ഒന്ന്, ലാർജ് സ്റ്റാൻഡിങ് ആർമിയെ കീപ്പ് ചെയ്തു, അതും ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്തു എന്നുള്ളതാണ്. കൂടുതലും ക്യാഷ് ആയിട്ടാണ് പുള്ളി പേ ചെയ്തത്. നമ്മൾ ഇക്തദാരി സിസ്റ്റം പഠിച്ചതാണ്. ഇക്തദാരി സിസ്റ്റത്തിൽ നമ്മൾ ലാൻഡ് ആയിട്ട് കൊടുത്താണ് നമ്മൾ അവിടെ നിന്നാണ് ശമ്പളം എടുക്കുന്നത്. പക്ഷെ ഖിൽജി എന്ത് ചെയ്തു? അലാവുദ്ദീൻ ഖിൽജി കൂടുതലും ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യാൻ നോക്കി. പിന്നെ അതുപോലെ തന്നെ ഡാഹൻ ചെഹ്റ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഹൂലിയ, ഈ 3 വാക്കും പഠിച്ചു. ഡാഹ്, ചെഹ്റ, ഹൂലിയ. ഡാഗ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ഓഫ് ഫോഴ്സ് ആണ്. ബ്രാൻഡിങ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം നേരത്തെ തന്നെ ഇക്തദാരി സിസ്റ്റം, അതിൽ കൂടുതലും ക്യാഷ് ആയിട്ടാണ് കൊടുത്ത. ബാക്കി കുറച്ച് ഓഫീസേഴ്സിനൊക്കെ ഇക്തദാർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇക്തദാർ കൊടുക്കുന്നുണ്ട്, അപ്പൊ സ്ഥലം കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്ഥലം കൊടുത്തതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, റവന്യൂ വരുന്ന മെയിൻ ആയിട്ട്. അപ്പൊ അങ്ങനെ സ്ഥലം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്ര കുതിരകളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പൊ ഇത്ര ഒരു ഏരിയ, ഈ ഏരിയയിൽ 100 കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നോക്കി ഒരു ഓഫീസറിന്. 100 കുതിരകളെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ 100 കുതിരകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറെ പൈസയുണ്ട്. ചിലപ്പോൾ അങ്ങനെ 50 കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. 50 കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ സർവേ നടത്തി 100 കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഈ രാജാവ് നോക്കും. അപ്പൊ അതിന് ഈ ലിസ്റ്റിൽ ഈ കുതിരകളെല്ലാം കൂടെ ഇങ്ങനെ നിരത്തി കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യും? ചിലപ്പം 50 തന്നെ കാണുള്ളൂ. ആദ്യം ഒരു 10 കാണിച്ചിട്ട് പിന്നെ ആദ്യം കാണിച്ചതിനെ തന്നെ പിന്നെ മുകളിലോട്ട് കൊണ്ടുവരും. അങ്ങനെ അവർ പറ്റിക്കാറുണ്ട്. അങ്ങനെ പറ്റിക്കാതിരിക്കുന്നതാണ് ബ്രാൻഡിങ് നിർത്തുന്നത്. അതിനാണ് ഡാഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ്. പിന്നെ അതുപോലെ തന്നെ സോൾജിയേഴ്സും അങ്ങനെ ഇപ്പൊ ഇതേപോലെ 100 കുതിര എന്ന് പറയുമ്പോൾ 100 സോൾജിയേഴ്സും കാണും. ചിലപ്പോൾ 200 സോൾജിയേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ സോൾജിയേഴ്സിന്റെ എണ്ണം ഇതേപോലെ എന്ത് ചെയ്തു അവർ നോക്കി. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു ബാഡ്ജ് അയാളുടെ ദേഹത്ത് കിട്ടും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഒരു വിവരണം എഴുതി വെക്കും. അതാണ് ചെഹ്റ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ പിന്നെയും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ അയാളും ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ വന്ന ആളിനെ പിന്നെയും വന്ന് പറ്റിക്കാൻ നോക്കും. അങ്ങനെ പറ്റിക്കാതെ കറക്റ്റ് എണ്ണം മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഓഫീസർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അത്രയും കുതിരകളും സോൾജേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ സോൾജേഴ്സിന്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ ഹൂലിയ എന്ന് പറയും. അപ്പൊ ഇത് 3, ഡാഗ്, ചെഹ്റ, ഹൂലിയ, ഈ 3 സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജി സ്പെഷ്യൽ ആക്കുന്ന വേറൊരു കാര്യമാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റീഫോംസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് റീഫോംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം 4 സെപ്പറേറ്റ് മാർക്കറ്റ് ആയിട്ട് ഡൽഹിയെ തിരിച്ചു. ഗ്രെയിൻസിന് വേണ്ടി ഒരു മാർക്കറ്റ്, ക്ലോത്ത്, ഷുഗർ, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ബട്ടർ, ഓയിൽ ഇതിനു വേണ്ടി ഒരു മാർക്കറ്റും, ഹോഴ്സ്, സ്ലേവ്, കാറ്റിലിന് വേണ്ടി ഒരു മാർക്കറ്റ്, പിന്നെ ബാക്കി മറ്റ് സാധനങ്ങൾ മിസലേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾക്ക് വേണ്ടി ഒരു മാർക്കറ്റ്. ഇങ്ങനെ 4 മാർക്കറ്റ് ആയിട്ട് അതിനെ തിരിച്ചു എന്നുള്ളതാണ്. ഈ ഓരോ മാർക്കറ്റിനും ഒരു ഹൈ ഓഫീസർ ആയിട്ടുള്ള ഷഹനായി മണ്ടിയെ നിയമിച്ചു. കൃത്യമായിട്ട് പഠിക്കുക, ഷഹനായി മണ്ടി. ഇപ്പൊ നമ്മൾ നേരത്തെ ബാൽബൻ പഠിച്ചപ്പോൾ അവിടുത്തെ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിച്ചെങ്കിൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള എന്താണ്, ഇവിടുത്തെ മാർക്കറ്റ് റീഫോംസിൽ മാർക്കറ്റിലുള്ള മെയിൻ ഓഫീസറിന്റെ പേരാണ് ഷഹനായി മണ്ടി. ഈ ഷഹനായി മണ്ടി എന്ന് പറയുന്ന മെയിൻ ആയിട്ട് എന്താണ്, മാർക്കറ്റിനെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, ബ്ലാക്ക് മാർക്കറ്റ് കള്ള വിലക്ക് വിൽക്കുന്നോ അല്ലെങ്കിൽ പിടിച്ചു വെച്ച് സാധനം വില കൂടുമ്പോഴാണോ വിൽക്കുന്നത്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻഫ്ലേഷൻ പോലത്തെ കാര്യങ്ങളിൽ പണപ്പെരുപ്പൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, പുള്ളി ചെയ്തു എന്നുള്ളത്. ബ്ലാക്ക് മാർക്കറ്റിംഗ് സ്പെക്കുലേഷനും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓഫീസേഴ്സിനൊക്കെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഗ്രെയിനിന്റെ സപ്ലൈ ഒക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെയാണോ വിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസേഴ്സ് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കൊണ്ടുവന്നു, അതിനെ ദിവാനി റിയാസത്ത് എന്ന് പറയും. അതുപോലെ തന്നെ ദിവാനി റിയാസത്ത് നോക്കുന്ന നൈബി റിയാസത്ത് എന്ന് പറഞ്ഞ ഓഫീസറാണ്. ഓക്കെ, ഓരോ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ ഷഹനായി മണ്ടി ഉണ്ട്. പിന്നെ മാർക്കറ്റ് ജനറൽ ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ദിവാനി റിയാസത്ത്, അതിന്റെ ഓഫീസർ നൈബി റിയാസത്ത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ സ്പൈസ് ഇവിടെ ഉണ്ടായിരുന്നു. മാർക്കറ്റിനെയൊക്കെ എന്ത് ചെയ്യും, സീക്രട്ട് ആയിട്ട് വീക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള മുനിയൻസ് എന്ന് പറയുന്ന ആൾക്ക്, ബറീഡ്സ് എന്നും പറയും, ബറീഡ്സ് മുനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്താണ്, ഓരോ മർച്ചന്റും മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ അതുപോലെ അവർ നോക്കും, ഈ ബറീഡ്സ് ആണ് ഇത് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ ഈ ബറീഡ്സ് ചെന്ന് നോക്കും കറക്റ്റ് ആയിട്ട് ഇവര് വിൽക്കുന്നുണ്ട്. 50 രൂപയ്ക്ക് വിൽക്കാനുള്ള സവാള 50 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നത്, വില കൂട്ടി വിൽക്കുന്നു. വില കൂട്ടുമ്പോൾ സുൽത്താനായിട്ട് നേരെ എന്ന് പറയും. അപ്പൊ സുൽത്താൻ അതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ സുൽത്താൻ നേരിട്ട് എന്ത് ചെയ്യും, വസ്ത്രം മാറി വരും. മറ്റേ ബാഹുബലി സിനിമയിൽ വേഷം മാറി നടക്കുന്നത് പോലെ തന്നെ രാജാവ് വേഷം മാറി വന്നിട്ട് നോക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെക്കിംഗ് മെക്കാനിസംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ അലാവുദ്ദീൻ ഖിൽജി ഇഷ്ടംപോലെ ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷനിൽ ഇഷ്ടംപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സുൽത്താൻ സ്പെഷ്യൽ പ്രിവിലേജസ് നടത്തി. ആരുടെ സ്പെഷ്യൽ പ്രിവിലേജസ്? പർഗനയുടെ ഹെഡ് ആയിട്ടുള്ള ചൗധരീസിന്റെയും സമീന്ദാസ് അല്ലെ ഖുദ്സിന്റെയും പിന്നെ മുക്കാദംസ് വില്ലേജ് ഹെഡ്മാൻസിന്റെ കുറെ സ്പെഷ്യൽ പ്രിവിലേജസ് അവർ നടത്തി. ഈ സ്പെഷ്യൽ പ്രിവിലേജസ് നടത്തി എന്ന് പറഞ്ഞാൽ ഒരാളും കൂടുതൽ പവർഫുൾ ആവരുത്. കൂടുതൽ പവർഫുൾ ആയി കഴിഞ്ഞാൽ രാജാവിനെ ചലഞ്ച് ചെയ്യും. അതുപോലെ തന്നെ അവർ കൂടുതൽ റിച്ചോ ആവരുത്. കാരണം ഇങ്ങനെ റിച്ച് ആവുമ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ട് രാജാവിന് കിട്ടാനുള്ള കുറെ പൈസയാണ് മെയിൻ ആയിട്ട് ഷെയർ ചെയ്ത് അവർ പോകുന്നത്. അപ്പൊ അങ്ങനെ ആവാതിരിക്കാനൊക്കെ വേണ്ടിയാണ് കുറെ സ്പെഷ്യൽ പ്രിവിലേജസ് എടുത്ത് കളഞ്ഞു. പിന്നെ കുറച്ച് ടാക്സും കൂട്ടി. ഹോഴ്സ് ടാക്സ്, മിൽക്ക് കൗസിന് വേണ്ടി ഒരു ടാക്സ്, അങ്ങനെയുള്ള ടാക്സുകളും കൊണ്ടുവന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ലാൻഡ് റിഫോം മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലാൻഡിന്റെ മെഷർമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പോൾ സപ്പോസ് 1/3 ആണ് ടാക്സ് എന്ന് വെച്ചോ. അതായത് ഒരു ഫാർമർ പ്രൊഡ്യൂസ് ചെയ്തു 100 കിലോ പ്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ 1/3 ടാക്സ്. അപ്പൊ ആ ഫാർമർ അടുത്ത വർഷം 50 കിലോ പ്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ അതിന്റെ 1/3 ടാക്സ്.
അപ്പൊ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്ര 1/3 ടാക്സ് കിട്ടും. ചിലപ്പോൾ ഒരു ഫാർമർ ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്യൂല എന്ന് വെക്കുക, അപ്പൊ അയാൾക്ക് ടാക്സ് കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ സ്റ്റേറ്റിന്റെ റവന്യൂവിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഒരു എന്ത് ചെയ്തു, ഒരു മെഷർമെന്റ് നടത്തി, ലാൻഡ് മെഷർമെന്റ് നടത്തി. ഈ ബിശ്വ എന്ന് പറഞ്ഞ യൂണിറ്റ്, ഇപ്പൊ നമ്മൾ കിലോഗ്രാം അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് പോലെ തന്നെ അവിടുത്തെ യൂണിറ്റ് ആണ് ബിശ്വ. ബിശ്വ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ച് ലാൻഡിനെ മെഷർ ചെയ്ത ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ക്യാഷിലാണ് കൂടുതലും കളക്ട് ചെയ്തിരുന്നത്. ആ ക്യാഷ് വെച്ചാണ് സോൾജിയേഴ്സിന് ക്യാഷിൽ തന്നെ പേയ്മെന്റ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ നോക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനി മുസ്തഖ് രാജ്. രണ്ട് ഡിപ്പാർട്ട്മെന്റ്, ദിവാനി റിയാസത്ത് നമ്മൾ പഠിച്ചു, അടുത്ത ദിവാനി മുസ്തഖ് രാജ്. മുസ്തഖ് രാജ് ലാൻഡ് റവന്യൂ, ദിവാനി റിയാസത്ത് എന്തിനാണ്, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള. ഓക്കെ, അപ്പൊ അത് രണ്ടും കൃത്യമായിട്ട് നോക്കാം. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ലാൻഡ് റിഫോം മെഷേഴ്സ് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കൃത്യമായിട്ട് അസസ്മെന്റ് എടുത്തു. അപ്പൊ ഇവിടെ നിന്നാണ് അസസ്മെന്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ അവർ പറയണം അവർ ഒരു വർഷം 100 കിലോ കിട്ടാൻ അതിൽ ചാൻസ് ഉണ്ട്. അപ്പൊ അയാൾക്ക് അവിടെ ഇറിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ നടത്താതിരിക്കാൻ പറ്റില്ല. അയാൾക്ക് ഇന്നിപ്പോ ഈ വർഷം ചെയ്യണ്ട, അപ്പൊ കൊടുക്കാതിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ടൊരു അസസ്മെന്റ് ഇവിടെ നടത്തുകയാണ് ഞാൻ. അതുകൊണ്ട് അയാൾക്ക് ആവറേജ് 100 കിലോ ആണ് അയാൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പൊ 100 കിലോ തന്നെ അയാൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് എന്താണ് അയാൾ അതിന്റെ ആണ് 1/3 ആണ് കൊടുക്കണം. പക്ഷെ 1/3 അല്ല കേട്ടോ, ഈ ഒരു അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്താണ് ഏറ്റവും കൂടുതൽ ടാക്സ് വാങ്ങിച്ച ഒരു സമയമാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ. ഏകദേശം 1/3, അതായത് 100 കിലോ കിട്ടിയെങ്കിൽ 50 കിലോ ആർക്ക് കൊടുക്കണം, നമ്മുടെ ഇവർക്ക് കൊടുക്കണം, ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. അതിലും പിന്നെ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതായത് 50 കിലോ തന്നെ പകുതിയെ ഡിവൈഡ് ചെയ്ത് പകുതി പൈസയായിട്ടും പകുതി ഈ സാധനമായിട്ട് തന്നെ കൊടുക്കാം. അങ്ങനെയൊക്കെ കുറെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നോക്കണ്ട നിങ്ങൾ കൂടുതലായിട്ട്. ആകെ മനസ്സിലാക്കേണ്ടത് 50% ആയിരുന്നു ടാക്സ്. അതിൽ തന്നെ ഏറ്റവും വലിയ ടാക്സ് ആണ്. സാധാരണ ടാക്സ് പറഞ്ഞാൽ 1/6 പിന്നെ 1/3 ഇടയ്ക്കായിരിക്കും സാധാരണ ടാക്സ് വരാറുള്ളത്. പക്ഷെ അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് 1/2 ആയിരുന്നു ടാക്സ്, അല്ലെങ്കിൽ ഹാഫ് ആയിരുന്നു ടാക്സ്. മനസ്സിലാക്കാം, ഭയങ്കരമായിട്ടൊരു ടാക്സ്. അപ്പൊ ഇത്രയും വലിയ ടാക്സ് ഏർപ്പെടുമ്പോൾ ആൾക്കാരുടെ ബേർഡൻ ഇഷ്ടം പോലെ വരും. പക്ഷെ ഇയാളുടെ ഈ ഒരു മാർക്കറ്റ് റീഫോംസ് ഒക്കെ കാരണം ഒരു ആർട്ടിഫിഷ്യൽ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. അത് ഇൻഫ്ലേഷൻ പോലത്തെ കാര്യങ്ങളൊന്നും അവിടെ വന്നില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ അടുത്ത് നോക്കും, തുഗ്ലക് ഡൈനാസ്റ്റിയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ പറയും ഇതേ പ്രൈസ്, ടാക്സിന്റെ പ്രൈസ് കൂട്ടുമ്പോൾ ജനങ്ങൾക്ക് പിന്നെ ഒരു ബെനിഫിറ്റ് ഇല്ലാതെ, കാരണം അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പകുതിയെ ഇവിടെ കൊടുക്കുകയാണ്, പിന്നെ ലാഭമൊന്നും കിട്ടാത്തൊരവസ്ഥ വരും. പക്ഷെ എന്നിട്ടും ലാഭം കിട്ടുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ പ്രൈസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഖിൽജിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള ഫ്യൂച്ചർ ആയിട്ടുള്ള റീഫോംസ് നടത്താൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്തു. ഇതൊരു അടിസ്ഥാനമായി. പിന്നെ അടുത്ത് ഷേർഷാ സൂർ എന്ന് പറഞ്ഞ രാജാവിനെ കുറിച്ച് പഠിക്കും, ഇന്ന് നമ്മൾ അക്ബറിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ഇവരുടെയൊക്കെ ലാൻഡ് റീഫോം സിസ്റ്റത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഖിൽജിയുടെ റീഫോംസ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ സുൽത്താൻ ഇല്ലിറ്ററേറ്റ് ആയിരുന്നേ, പക്ഷെ അമീർ ഖുസ്രു, അമീർ ഹസൻ പോലത്തെ പോയറ്റുകളൊക്കെ പാട്രണൈസ് ചെയ്ത് കവിതയിലൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് അലൈ ദർവാസ എന്ന് പറഞ്ഞത്. കുത്തബ് മിനാറിൽ നമ്മൾ നേരത്തെ പഠിച്ചു, കുത്തബ് മിനാർ, കുത്തബ് മിനാർ സ്റ്റാർട്ട് ചെയ്താരാണ്, കുത്ബുദ്ദീൻ ഐബക്ക്, ഫിനിഷ് ചെയ്താരാണ് ഇൽത്തുമിഷ്. അപ്പൊ ഈ ഒരു കുത്തബ് മിനാറിന്റെ ഗേറ്റ് വേ അല്ലെങ്കിൽ എൻട്രൻസ് ആയിട്ട് ഉണ്ടാക്കിയതാണ് അലൈ ദർവാസ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം സിറി എന്ന സ്ഥലം, ഡൽഹിയുടെ അടുത്തുള്ള സ്ഥലം തന്നെ, അവിടെ ഒരു ക്യാപിറ്റൽ പണിതു, സിറി എന്ന സ്ഥലത്ത്. ഓക്കെ, അത് ഡൽഹിയിൽ തന്നെ സെക്കൻഡ് സിറ്റി ആയിട്ട് അറിയപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. കൺസ്ട്രക്ഷന്റെ കാര്യം കൂടെ ഖിൽജിയിൽ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതിൽ തന്നെ അലൈ ദർവാസ അതുപോലെ ഈ ഒരു കുത്തബ് മിനാറിന്റെ അടുത്ത് വേറൊരു കോംപ്ലക്സും കൂടെ പുള്ളി പണി തുടങ്ങി. ഞാൻ അലൈ ദിവാർ എന്ന് പറയും, അലൈ മിനാർ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി, അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അലൈ മിനാർ, കുത്തബ് മിനാറിന്റെ കാര്യം വലുതാവേണ്ട സാധനമാണ് ഈ അലൈ മിനാർ. പക്ഷെ പണി കഴിയൂല, ഇത് ഇത്രയുള്ള ഈ ഒരു സ്ട്രക്ചർ ആയിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. ഇപ്പൊ ഇതാണ് കുത്തബ് മിനാർ എങ്കിൽ ഇതാണ് അലൈ മിനാർ, ഇത്രേ പണിതുള്ളൂ. പക്ഷെ പൊക്കി കെട്ടിയില്ല, മുകളിലോട്ട് കെട്ടിയില്ല. ആ ഒരു ബേസ്മെന്റ് മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് പണിത് തീർക്കാൻ പറ്റിയില്ല അവർക്ക്. ഓക്കെ, അല്ലെ അലൈ മിനാർ ഒരു വലിയ സ്ട്രക്ചർ ആയനെ. അപ്പൊ ഈ അലൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യം ഓർപ്പിക്കുക. അലൈ ദർവാസ അതുപോലെ അലൈ മിനാർ, അങ്ങനെ ഓർക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ. ഇപ്പൊ നമ്മൾ ഖിൽജി ഡൈനാസ്റ്റിയും മെയിൻ ആയിട്ടുള്ള എംബേഴ്സ് നോക്കി. അവിടെ രണ്ടുപേരേ ഉള്ളൂ, ഒന്ന് ജലാലുദ്ദീനെ കൂടുതൽ സമയം നിന്നില്ല. മെയിൻ ആയിട്ട് ഒരു റൂളർ അലാവുദ്ദീൻ ഖിൽജിയുടെ റീഫോംസ്, മാർക്കറ്റ് റീഫോംസ് എന്തൊക്കെയാണ് നോക്കുക, കൺസ്ട്രക്ഷൻ എന്തൊക്കെയാണ് നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ അദ്ദേഹം ഇഷ്ടംപോലെ മിലിറ്ററി ക്യാമ്പയിൻസ് നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞു ഇതേപോലത്തെ സ്ഥലം സെക്യൂർ ചെയ്യണം, അത് നോർത്ത് വെസ്റ്റ് സെക്യൂർ ചെയ്യണം. പിന്നെ അതുപോലെ ഈ ഒരു രാജ്പുത് ഏരിയ ഒക്കെ സെക്യൂർ ചെയ്യണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ മിലിറ്ററി ക്യാമ്പയിൻസും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ ഡെക്കാൻ ക്യാമ്പയിൻസ്, അപ്പൊ ഡെക്കാൻ ഏരിയാസും പുള്ളി പോയിട്ടുണ്ട്. ഓക്കെ, ഡെക്കാൻ ക്യാമ്പയിൻസ്, അതിന് വേണ്ടി പുള്ളിയുടെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള മിലിറ്ററി കമാൻഡർ ഉണ്ടായത് മലിക് കഫൂർ. അപ്പൊ ഈ മലിക് കഫൂർ ആണ് താഴോട്ടൊക്കെ പോയത്. കാരണം സുൽത്താൻ മരിച്ചു കഴിഞ്ഞിട്ട് മലിക് കഫൂറിനെയാണ് സുൽത്താൻ ആക്കിയത്. 20 ദിവസം പുള്ളിയും സുൽത്താനായിരുന്നു. എന്നിട്ട് പിന്നെ ഇഷ്ടംപോലെ റൈവലറി വന്ന് മരണത്തിന് ഏർപ്പെടേണ്ടി വന്നു. അപ്പൊ അങ്ങനെ അത് വേറെ കഥ. പക്ഷെ അത് നമ്മൾ നോക്കണം. പക്ഷെ എന്താണ് ഡെക്കാൻ ക്യാമ്പയിനിലേക്കൊക്കെ അയച്ചത്, ഖിൽജി അയച്ച ട്രസ്റ്റഡ് മിലിറ്ററി കമാൻഡറാണ് മലിക് കഫൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡെക്കാനിലും എന്ത് ചെയ്തു, കുറെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തതിന് ശേഷം അവിടെ അവരെ തന്നെ റൂൾ ചെയ്യാൻ കൊടുത്തിട്ട് ഈ ഒരു ഖിൽജിയുടെ സുസറിനിറ്റി അല്ലെങ്കിൽ എന്താണ് അവരുടെ കീഴിലാണ് നിങ്ങൾ റൂൾ ചെയ്യുന്ന എന്നൊരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പൊ കുറെ സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ട് ഖിൽജി എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് റീഫോംസും അദ്ദേഹത്തിന്റെ ടാക്സും ഒക്കെ കൃത്യമായിട്ട് ഓർക്കാം.
അതിനുശേഷം വന്ന അടുത്ത ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. ഞാൻ പറഞ്ഞു ഈ ഒരു അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷം ഖിൽജി ഡൈനാസ്റ്റിയിൽ വലിയ റൂളേഴ്സ് ഒന്നും വന്നില്ല. ഒന്ന് രണ്ട് റൂളേഴ്സ് വന്നെങ്കിലും അതൊന്നും വല്ലാതെ നിലനിന്നില്ല. അടുത്ത വന്ന തുഗ്ലക് ആണല്ലേ. തുഗ്ലക്കിൽ തന്നെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് 1320 തന്നെ വരുന്നുണ്ട് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ പേര്. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ഒരാളാണ്. നേരത്തെ ഇവിടെ മറ്റു സുൽത്താന്മാരുടെ കീഴിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം മുകളിലേക്ക് പവറിലേക്ക് വരുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ സിറ്റിയുടെ പേരാണ് തുഗ്ലക്കാബാദ്. അത് ഡൽഹിയുടെ അടുത്താണ്. അത് മൂന്നാമത്തെ സിറ്റി, ഡൽഹിയിലെ മൂന്നാമത്തെ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ സിറ്റി ഏതാണ്? ക്യാപിറ്റൽ സിറിയിൽ ഉണ്ടാക്കിയ ഖിൽജി ഉണ്ടാക്കിയ ക്യാപിറ്റൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ നേരത്തെ അലാവുദ്ദീൻ ഖിൽജി കൊന്നതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനാണ് കൊല്ലുന്നത്. ഇവിടെ ഉലുഖ് ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛനെ തന്നെ കൊന്നുകൊണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അടുത്ത് രാജാവാണ് 1325. ഇവിടെ നമ്മൾ കാണാം ഫൗണ്ടറിന് കുറച്ചു കാലം മാത്രം, ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വേറെ 5 വർഷം മാത്രമേ റൂൾ ചെയ്തുള്ളൂ. ബാക്കി അദ്ദേഹത്തിന്റെ മകനൊക്കെയാണ് പിന്നെ റൂൾ ചെയ്യുന്നത്. ഓക്കെ, അതും കൂടെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അതായത് സംഭവം ഇവിടെ ഒരു മിലിറ്ററി ക്യാമ്പയിൻ എന്തോ പോയിട്ട് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പാർട്ടി വെക്കും അവര്. അതായത് ഒരു യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് വാർ കഴിഞ്ഞ് വന്നിട്ടുള്ള പാർട്ടി. ആ പാർട്ടിയുടെ സമയത്താണ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്തത്, അദ്ദേഹം മരണപ്പെടുന്നത്. ആ ഒരു പാർട്ടിക്ക് വേണ്ടി കെട്ടിവെച്ചിരുന്ന ഒരു ബിൽഡിംഗ് മറിഞ്ഞു വീഴുന്നു. അല്ലെങ്കിൽ എന്താണ് ഗാരിസൺ ടൗൺസ് എന്ന് പറയാം. ആ ഒരു കോൺസെപ്റ്റ് കൂടെ നമ്മൾ പഠിച്ചു. ഗാരിസൺ ടൗൺ, അതായത് രാജാവ് സുൽത്താൻ എവിടെ പോകുന്നോ അവിടെ ഈ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകും, ടെന്റ് പോലെ എടുത്തുകൊണ്ട് പോകും. അതായിരിക്കും അവിടുത്തെ ക്യാപിറ്റലായിട്ട് വരുന്നത്. അതാണ് ഗാരിസൺ ടൗണിന്റെ. ഇപ്പൊ രാജാവ് സൗത്തിലേക്ക് ഒരു എക്സ്പെഡിഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൗൺ ഓടെ മാറ്റും. അത് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നതല്ല, പക്ഷെ എന്താണ് ഒരു ടെന്റ് പോലെ കൊണ്ടുവരും. പിന്നെ അതായിരിക്കും ക്യാപിറ്റൽ, വിർച്വൽ ക്യാപിറ്റൽ പോലെ. റിയൽ ക്യാപിറ്റൽ മുകളിലായിരിക്കും, പക്ഷെ വിർച്വൽ ക്യാപിറ്റൽ പോലെ ക്യാപിറ്റൽ അവിടെ കാണുന്നതാണ് ഗാരിസൺ ടൗൺ. അപ്പൊ അതെല്ലാം ഗാരിസൺ ടൗൺ സെറ്റ് ചെയ്തു. അപ്പൊ അത് മറിഞ്ഞു വീഴുന്നു, അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ മറിഞ്ഞു വീഴുന്നെന്ന് പറഞ്ഞു. ആ മറിഞ്ഞു വീഴുന്നതല്ല, അത് അറിഞ്ഞുകൊണ്ട് അതിനെ മറിച്ച് വീഴ്ചതാണ് ആര്, നമ്മുടെ ഉലുഖ് ഖാൻ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മറിച്ച് വീഴ്ചതാണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പൊ അതോടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് പിന്നെ അടുത്ത് രാജാവുന്നത്. അദ്ദേഹത്തിന്റെ വെളിപ്പേര് ഉലുഖ് ഖാൻ എന്നാണ്, പക്ഷെ അദ്ദേഹം എടുത്ത ടൈറ്റിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നല്ലൊരു ബുദ്ധിയുള്ള രാജാവായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ നേരത്തെ ഖിൽജി എടുത്താലും അദ്ദേഹത്തിന്റെ റീഫോംസ് ഒക്കെ അടിപൊളിയായിരുന്നെങ്കിൽ അദ്ദേഹം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹമല്ല, വളരെ പഠിച്ച ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. വൈസസ്റ്റ് ഫൂൾ എന്നാണ് അദ്ദേഹം അറിയുന്നത്. വൈസസ്റ്റ് ഫൂൾ എന്നറിയപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അടിപൊളിയായിട്ടുള്ള എന്താണ് ഐഡിയാസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത്. നടപ്പിലാക്കുന്നതിൽ പുള്ളി ഒരു വലിയൊരു ഫെയിലിയർ ആയിരുന്നു. അതാണ് മെയിൻ കാരണം. അതുകൊണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വൈസസ്റ്റ് ഫൂൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസി ഒക്കെ വളരെ ടോളറേറ്റ് ആയിട്ടുള്ള റിലീജിയസ് പോളിസിയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇഷ്ടംപോലെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഈജിപ്റ്റ്, ചൈന, ഇറാൻ പോലത്തെ രാജ്യങ്ങൾ കൊണ്ടുവന്നു. വളരെ നല്ലൊരു മിലിറ്ററി കമാൻഡറാണ് അദ്ദേഹം. പിന്നെ അതുപോലെ എന്താണ് ലിറ്റററി ആയാലും റിലീജിയസ് ആയാലും ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ കിട്ടിയ വളരെ വലിയൊരു കിട്ടിയ ഒരു ഡൽഹി സുൽത്താൻ തന്നെ പറയാം. ഓക്കെ, അത്രയ്ക്ക് എഡ്യൂക്കേഷൻ കിട്ടിയൊരു വ്യക്തിയായിരുന്നു. ഒരു എക്സലന്റ് ആയിട്ടുള്ള കാലിഗ്രാഫർ ആയിരുന്നു. അതായത് കൈ കൊണ്ടൊക്കെ നന്നായിട്ട് നമ്മൾ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ പോലെ എഴുതാൻ പറ്റും. അതാണ് കാലിഗ്രഫി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു കാലിഗ്രാഫിസ്റ്റ് ആയിരുന്നു. മെഡിസിനിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ലാംഗ്വേജസ് അറിയായിരുന്നു. പേർഷ്യൻ, അറബിക്, ടർക്കിഷ്, സംസ്കൃത് പോലെ ഇത്രയും ഭാഷകൾ അറിയാം. ടർക്കിഷ് ആണ് അവരുടെ മെയിൻ ഭാഷ. അതല്ലാതെ തന്നെ പേർഷ്യൻ പോലത്തെ ഭാഷ, അറബിക് പോലത്തെ ഭാഷ, സാൻസ്ക്രീറ്റ് വരെ അറിയായിരുന്നു. അത്രയും പഠിച്ച ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ പ്രശ്നം എന്താണ്, അദ്ദേഹത്തിന് പോളിസീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഫെയിലിയർ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ തന്നെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1206 സ്ലേവ് ഡൈനാസ്റ്റി തുടങ്ങുന്നു. പിന്നെ നമുക്കറിയാം ബാക്കി നമ്മൾ ഏത് പഠിച്ചു, ഖിൽജി ഡൈനാസ്റ്റി പഠിച്ചു. ഇപ്പൊ തുഗ്ലക്കും കഴിഞ്ഞിട്ട് നമ്മൾ സെയ്ദും ലോധിയും പഠിച്ചു കഴിയുമ്പോൾ 526 ഡൽഹി സുൽത്താനേറ്റ് തീരുന്നത്. അപ്പൊ ഇത്രയും പീരീഡിനിടയ്ക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്ഥലം പിടിച്ചെടുത്ത രാജാവ് ആരെന്ന് വെച്ചാൽ അത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഈവൻ ബംഗാൾ സൈഡ് വരെ പുള്ളി കുറെയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റില്ല കൃത്യമായിട്ട്. എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തതിന് ശേഷം അവരെ കൊണ്ടേ റൂൾ ചെയ്യിക്കാൻ പറ്റൂ. കാരണം ഒരിക്കലും നമുക്കിവിടെ രാജാവിന്റെ ആൾക്കാരെ വെക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ജോഗ്രഫി ഒക്കെ മനസ്സിലാക്കി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പക്ഷെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ തൽക്കാലത്തേക്ക് പിടിച്ചെടുത്ത് അവിടുത്തെ എന്താണ് നിങ്ങൾ മുകളിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വരും. അങ്ങനെയാണ് സാറിന് നടക്കാറുള്ളത്. അപ്പൊ അങ്ങനെ പക്ഷെ എന്താണ് ബംഗാളിൽ വരെ ക്യാമ്പയിൻ നടത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പൊ ഈ ഒരു ഏരിയാസും കൂടെ പുതുക്കൊണ്ടായിരുന്നു. പക്ഷെ ഒരു ട്രൂ എസെൻസിൽ ബംഗാൾ ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇന്നലെയും പറഞ്ഞതാണത്. എന്താണ് ഇവര് ഈ ആർമി വരണത് ഇവർ ഓടി ഇങ്ങോട്ട് അകത്തോട്ട് കയറുന്നതും പിന്നെ ഫ്ലഡ് വരുമ്പോൾ ഈ ആർമി എല്ലാം ഇതിന്റെ അകത്ത് പെടും, പണി കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ബംഗാളിനെ കീഴടക്കാൻ. അപ്പൊ അതൊന്നും ഓർത്ത് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പോളിസീസിനെ കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. ദേവഗിരിയിലോട്ട് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പൊ ഇന്ത്യ ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സെൻട്രലായിരിക്കണം ക്യാപിറ്റൽ എന്ന ഐഡിയയിൽ എന്താണ് അദ്ദേഹം ദേവഗിരി, മഹാരാഷ്ട്രയുടെ അടുത്തുള്ള ദേവഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ അത് ഫെയിൽ ആവും. ഇപ്പൊ നെഹ്റു വരെ പറഞ്ഞതാണ് ഡൽഹി ക്യാപിറ്റൽ വേണ്ട, നമുക്ക് സൗത്തിലോട്ട് കൊണ്ടുപോയി സൗത്തിലോട്ടല്ല ഒരു മിഡിലോട്ട് ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് ക്യാപിറ്റൽ വെക്കാന്നുള്ളത്. അതേ ഐഡിയ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആര് പറഞ്ഞിട്ടുണ്ട്,
നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എക്സിക്യൂഷനിലാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ചുമ്മാ ക്യാപിറ്റൽ മാത്രം മാറ്റിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം മാറ്റിയില്ല. ജനങ്ങളുടെ അടുത്ത് എല്ലായിടത്തും കൂടെ ഇങ്ങ് വരാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളടുത്തും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് ഭയങ്കര ഫെയിലിയർ ആയി. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഷിഫ്റ്റിംഗ് മെയിൻ ആയിട്ട് സക്സസ് ആയില്ല. പിന്നെ അടുത്ത് തിരിച്ചു പോകേണ്ടി വരികയാണ് ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് ഒരു ഫെയിലിയർ വന്നു. ക്യാപിറ്റൽ ഷിഫ്റ്റിംഗ് അതൊരു അട്ടർ ഫെയിലിയർ ആയിരുന്നു. പിന്നെ അതാണ് പിന്നീട് എന്താണ് ദൗലത്താബാദ് എന്നൊരു ഏരിയ ആയിട്ട് പിന്നെ മാറുന്നത്, ദേവഗിരി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 2 വർഷത്തിന് ശേഷം അത് അബണ്ടൻ ചെയ്യുന്നു. പിന്നെ അടുത്ത് എല്ലായിടത്തും ഡൽഹിയിലോട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറയുന്നു. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഇദ്ദേഹം സൗത്തിൽ പോയപ്പോൾ സൗത്തിൽ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംപയർ വന്നു. ഒന്ന് വിജയനഗര എംപയർ. വിജയനഗര എംപയറിനെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറയും. വിജയനഗരയും മറാത്താസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പൊ വിജയനഗര എംപയർ വന്നു. അത് ബഹ്മാണി എന്ന് പറഞ്ഞ കിങ്ഡം വന്നു. അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് 2 കിങ്ഡമാണ് വിജയനഗരയും ബഹ്മാണിയും. ഈ 2 കിങ്ഡംസും വന്നത് കാരണം അവരുടെ ത്രെട്ട് വരും ഓബിയസ്ലി. അപ്പൊ അതും കൂടെ ആകുമ്പോൾ പുള്ളി അങ്ങ് തിരിച്ച് ഡൽഹിയിലോട്ട് തന്നെ പോയി. ഓക്കെ. അതൊന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പുള്ളിയുടെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടോക്കൺ കറൻസി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് തന്നെ അവർക്ക് അപ്പോഴും വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ അത്രയും പഠിച്ച ആളുണ്ട്, അദ്ദേഹം ചെയ്യാൻ നോക്കി. പക്ഷെ അത് ഭയങ്കര അട്ടർ ഫെയിലിയർ ആയിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണ ഒരു കോപ്പർ കോയിൻ എടുത്തിട്ട് അതിന്റെ അകത്ത് 50,000 രൂപ എന്ന് എഴുതി വെക്കുക, അല്ലെ 50,000 മൂല്യം എന്ന് എഴുതി വെക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരെണ്ണത്തിന്റെ മൂല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 50,000 ഒന്ന് പുള്ളി എഴുതി. അല്ലെങ്കിൽ സിൽവറിന്റെ വാല്യൂ കൊടുത്തു. കോപ്പറിന്റെ സാധനം ഉണ്ടാക്കിയിട്ട് സിൽവറിന്റെ വാല്യൂ കൊടുത്തു എന്ന് നോക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, ഈ ഒരു ടെക്നോളജി, ഈ കോയിനൊക്കെ മിന്റ് ചെയ്യാനുള്ള ടെക്നോളജി എല്ലാവർക്കും അറിയുന്നു ആ സമയത്ത്. അപ്പൊ ജനങ്ങൾ തന്നെ ചിലപ്പോൾ ഒക്കെ മിന്റ് ചെയ്യാറും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ടെക്നോളജി അറിയാന്നുണ്ടോ ജനങ്ങൾ എല്ലാം കൂടെ കോപ്പർ കോയിൻ എല്ലാം കൂടെ മിന്റ് ചെയ്യാൻ തുടങ്ങി. മിന്റ് ചെയ്ത് 50,000 എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങ് ഇറക്കി അവര്. അപ്പൊ അവിടെ എല്ലായിടത്തും കോയിൻ ഫ്ലഡ് ചെയ്യാൻ തുടങ്ങി. കാരണം ഈ സാധാരണ കോമൺ ആൾക്കാർ തന്നെ ഇതിങ്ങനെ അടിച്ചിറക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പം അത് പ്രശ്നമായി. കാരണം നമ്മളായാലും ഇപ്പൊ ഒരു കോയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ മൂല്യം അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അങ്ങനെ അവർ സെറ്റ് ചെയ്യുള്ളൂ. കാരണം അല്ലാതെ എങ്കിൽ ഇവർ ഉരുക്കി അതിനെ വിൽക്കും. അങ്ങനെ ചെയ്യും. അല്ലെ ഭയങ്കര കൂട്ടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഭയങ്കര കൂട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ ജനങ്ങളെല്ലാം അതിനെ പൈസ അടിച്ചിറക്കും. അപ്പൊ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കൂടും. അങ്ങനെ ഇവിടെ ഫുള്ള് പണപ്പെരുപ്പം കൂടിയപ്പോൾ എന്ത് ചെയ്തു, സുൽത്താൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സുൽത്താൻ അത് എഴുതിയതൊക്കെ പ്രത്യേക ഭാഷയിലാണ് എഴുതിയത്. പേർഷ്യൻ ഭാഷയിലൊക്കെ എഴുതിയാണ് വിട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുൽത്താനെ എഴുതാൻ അത് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേക്ക് കറൻസി ഒക്കെ പുള്ളി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അവസാനം ഇതിനെ ക്യാൻസൽ ചെയ്ത് റിയൽ ആയിട്ടുള്ള കറൻസിക്ക് പകരം തിരിച്ച് പഴയ നാണയം തന്നെ കൊടുത്തു. പക്ഷേ ഫേക്ക് ആയിട്ടുള്ള കറൻസിക്ക് തിരിച്ച് അദ്ദേഹം പൈസ കൊടുത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പിന്നെയും നഷ്ടം ജനങ്ങൾക്ക് തന്നെ വന്നു. ജനങ്ങൾ വിചാരിച്ചു അവരുടെ കുറെ പൈസയാണെന്ന് കൊണ്ടുകൊടുത്തപ്പോൾ അതെല്ലാം ഫേക്ക്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പിന്നെ ആൾക്കാരുടെ മേലിൽ പ്രഷർ കൂടി. അങ്ങനെ അതൊരു രണ്ടാമത്തെ ഫെയിലിയർ ആയി അദ്ദേഹത്തിന്. പിന്നെ ദിനാർ എന്ന് പറയുന്ന ഒരു ഗോൾഡ് കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് സക്സസ് തന്നെയായിരുന്നു കേട്ടോ, ദിനാർ. അത് എബിൻ ബത്തൂത്ത പറയുന്നുണ്ട്. എബിൻ ബത്തൂത്ത ആ സമയത്തുണ്ടായത്. എബിൻ ബത്തൂത്ത പറയാണ് ദിനാർ എന്ന് പറയുന്ന കോയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആരാണ് കോപ്പർ ജിത്തൽ കൊണ്ടുവന്നത്, ആരാണ് സിൽവർ തങ്ക കൊണ്ടുവന്നത്, ആരാണ് ദിനാർ കൊണ്ടുവന്നൊക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് നോക്കുക. ഓരോ സെക്ഷനായിട്ട് റിവൈസ് ചെയ്യുക. ഓരോ ഡൈനാസ്റ്റി ഓർമ്മിക്കുക, അതിന്റെ ടൈം ലൈൻ ഓർമ്മിക്കുക, അതിന്റെ ഫൗണ്ടർ ഓർമ്മിക്കുക. അപ്പൊ അങ്ങനെ എല്ലാം കമ്പയർ ചെയ്ത് ഓർമ്മിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് രണ്ടാമത്തെ ഫെയിലിയർ. പിന്നെ ഉണ്ട് കേട്ടോ 1-2 ഖരാച്ചിൽ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞിട്ട് 1-2 അടുത്ത് സോൾജേഴ്സിനെ അയക്കും. അതായത് ഇതല്ല ഇന്ത്യയുടെ ഒരു ക്യാപിറ്റൽ എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ബോർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. പക്ഷെ അവർ ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ നോക്കും. ഇങ്ങോട്ടൊക്കെ ഇവിടെ ബോർഡർ ആക്കാൻ നോക്കും. ഇന്ത്യ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. അതൊക്കെ അട്ടർ ഫെയിലിയർ ആവും. കാരണം സോൾജേഴ്സിനെ എല്ലാം കൂടെ വിളിച്ചു വരുത്തും. അവർക്ക് നേരത്തെ തന്നെ സാലറി കൊടുത്തിട്ട് അവസാനം അവിടെ പോകാൻ പറ്റാത്തൊരവസ്ഥയും. പിന്നെ അടുത്ത് പോയി കഴിയുമ്പോൾ തന്നെ വേറൊരു എക്സ്പെഡീഷൻ. അവിടെ പോയി കഴിയുമ്പോൾ ഭയങ്കര തണുപ്പുള്ള സ്ഥലമായിരിക്കും. അപ്പൊ എല്ലാവരും മരിക്കും. 10,000 പേരെ വിടുമ്പോൾ 5 പേരായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നടക്കും. അങ്ങനെയൊക്കെ കുറെ ഫെയിലിയർ പുള്ളിക്ക് നടന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഇഷ്ടംപോലെ ഫെയിലിയർ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വൈസസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഐഡിയ നല്ല അടിപൊളി ഐഡിയ ആണ്. പക്ഷെ എക്സിക്യൂഷനിൽ അദ്ദേഹം ഫെയിലിയർ ആണ്. പിന്നെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഖജനാവെല്ലാം തീർന്നു, പൈസ എല്ലാം തീർന്നു. അങ്ങനെ വന്നപ്പോൾ പുള്ളി ടാക്സ് കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു, ടാക്സ് കൂട്ടിയപ്പോൾ ജനങ്ങൾക്ക് ഏകദേശം നമ്മൾ അലാവുദ്ദീൻ ഖിൽജിയെ പോലെയുള്ള ടാക്സ് കൂട്ടി. അലാവുദ്ദീൻ ഖിൽജി ഏകദേശം 50% ടാക്സ്, അത്രത്തോളം ടാക്സ് ഇദ്ദേഹം കൂട്ടിയെന്നാണ് പറയപ്പെടുന്നത്. കാരണം നിവർത്തിയില്ല അത്. പക്ഷെ കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു, ജനങ്ങൾക്ക് ഇൻസെന്റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് അലാവുദ്ദീൻ ഖിൽജി ആർട്ടിഫിഷ്യൽ പ്രൈസസ് നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് നഷ്ടം വന്നില്ല ഫാർമേഴ്സിന്. പക്ഷെ ഇങ്ങനെ പ്രൈസ് കൂട്ടിയപ്പോൾ നഷ്ടം വന്നപ്പോൾ അതിനെ പരിഹരിക്കാൻ പിന്നെ ലോൺ കൊടുത്തു. അതാണ് തക്കവി ലോൺസ്. ഓക്കെ. തക്കാവി അല്ലെങ്കിൽ സോന്തർ എന്ന് പറയുന്ന ലോൺ ഉണ്ട്. സോന്തർ അഥവാ തക്കവി എന്ന് പറയുന്ന ലോണുകൾ കൊടുത്തു. ഇങ്ങനെ ലോൺ കൊടുത്തിട്ട് എന്താണ്, വിത്ത് വാങ്ങിക്കാനും കൾട്ടിവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ലോൺ കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പുള്ളി ചെയ്തു. പിന്നെ അതുപോലെ അഗ്രികൾച്ചറിന് വേണ്ടി ആ സമയത്തിന് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു, ദിവാനെ കോഹി. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒരുമിച്ച് പഠിക്കുക. ദിവാനെ കോഹി
ദിവാനെ മുസ്തഖരാജ്. അപ്പൊ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എഴുതി. ദിവാനെ അരീസ്, ഇതൊക്കെ ആരാണ് കൊണ്ടുവന്നതെന്നൊക്കെ എഴുതി കൃത്യമായിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതായിരുന്നു ആര്, ഫിറോസ് ഷാ, നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ റെയിൻ. അടുത്ത് വരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറഞ്ഞ ശേഷം ഫിറോസ് ഷാ തുഗ്ലക്ക് വരും. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്ത് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇയാള് ഫുള്ള് കുറെ കാര്യങ്ങൾ ചെയ്ത് എല്ലാം ഫെയിലിയർ ആയി, ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടക്കേടായി. അപ്പൊ ജനങ്ങൾ ഫുള്ളും സത്യം പറഞ്ഞാൽ സുൽത്താനെതിരെയാണ്. പുതിയ സുൽത്താൻ വന്നപ്പോ ആദ്യം ചെയ്ത, അല്ലെങ്കിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് വന്നപ്പോ ആദ്യം ചെയ്തതാണ് ജനങ്ങളെല്ലാം സമാധാനിപ്പിക്കുക. അതിനെ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയും. പോളിസി ഓഫ് അപ്പീസ്മെന്റ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം ചെയ്തത്, അപ്പീസ്മെന്റ് ചെയ്തു. അപ്പീസ്മെന്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അയാളെ സമാധാനപ്പെടുത്തുക. എന്നിട്ടാണ് അദ്ദേഹം കുറെ പിടിച്ചെടുക്കാനൊക്കെ നോക്കി കേട്ടോ, കുറെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ നോക്കി, അതൊക്കെ ഫെയിലിയർ ആയിരുന്നു. പക്ഷെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നല്ലൊരു മിലിറ്ററി ഒരു കോൺക്വസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു. പക്ഷെ അത്രയും കഴിവ് ഫിറോസ് ഷാ തുഗ്ലക്കിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഫെയിലായി. പിന്നെ അദ്ദേഹം എല്ലാവരെയും സമാധാനിപ്പിക്കാൻ നോക്കി. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതങ്ങനെ വരുമ്പോൾ മുസ്ലിംസ് ഒക്കെ കുറെയൊക്കെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിംസിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി സ്ട്രിക്ട്ലി ഉലേമ ഫോളോ ചെയ്യാൻ, ഉലേമ എന്ന് പറയുമ്പോൾ മുസ്ലിം ലോ ഒക്കെ അഡ്മിനിസ്ട്രേഷനിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിലെ വസീറായിട്ട് അപ്പോയിന്റ് ചെയ്ത് തെലുങ്കു ബ്രാഹ്മിൻ കൺവേർട്ടിനെയൊക്കെ അദ്ദേഹം വസീറായിട്ട് അപ്ലൈ ചെയ്തു. പക്ഷെ അതൊക്കെ എന്താണ്, അത് ഇവരെ സന്തോഷിപ്പിക്കുക, ഹിന്ദുസിനെ സന്തോഷിപ്പിക്കാനാണ് അങ്ങനെ ഒരു നടപടി ചെയ്തത്. പിന്നെ ഉലേമയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കിയത് മുസ്ലിംസിനെ സന്തോഷിപ്പിക്കാൻ. അങ്ങനെ എല്ലാ ഒരു പോളിസി ഓഫ് അപ്പീസ്മെന്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നോബിൾസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി വേറെ കുറെ എന്താണ് ഹെറിഡിറ്ററി സക്സഷൻ കൊടുത്തു, പ്രോപ്പർട്ടീസ്. അതായത് നേരത്തെ ഇൽത്തുമിഷ് കൊണ്ടുവന്ന ആ ഒരു ഇക്ത സിസ്റ്റം എന്നാണ്, ലാൻഡ് കൊടുക്കും, ആ ലാൻഡ് നോക്കി അവിടെ നിന്നുള്ള റവന്യൂ കളക്ട് ചെയ്ത് സാലറി എടുത്തതിന് ശേഷം കൊടുക്കുക. അയാൾ മരിച്ചതിന് ശേഷം ഇത് വേറെ ആർക്കെങ്കിലും രാജാവ് കൊടുക്കും. പക്ഷെ ആ സമയത്ത് എന്താണ്, ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഈ ഇക്തദാരി സിസ്റ്റത്തിനെ ഹെറിഡിറ്ററി ആക്കിയത്. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ ഇത് മരിച്ചതിന് ശേഷം അയാളുടെ മോന് കിട്ടും ആ ഒരു ലാൻഡ്. അപ്പൊ ഹെറിഡിറ്ററി ആക്കിയപ്പോൾ അയാൾ അതിന്റെ ഓണറായി. അപ്പൊ പിന്നെയും ഫ്യൂഡൽ വ്യവസ്ഥിതി പിന്നെയും കൂടെയാണ്, കാരണം സാമന്ത രാജാക്കന്മാർ പിന്നെയും കൂടും, കാരണം അവർക്കാണല്ലോ ഇനി ആ ഭൂമി. അപ്പൊ അവരെല്ലാരും അറിയാം, അവിടുത്തെ ജനങ്ങൾക്കൊക്കെ എല്ലാവരെയും കൂടുതൽ അറിയാന്നുള്ള രാജാവിനെക്കാളും ആ ഒരു ആൾക്കാരായിരിക്കും. അപ്പൊ അത് പിന്നെ കുറച്ച് പിന്നീട് പ്രശ്നങ്ങൾ വരും. ഓക്കെ, ഹെറിഡിറ്ററി ആക്കി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇസ്ലാമിക് നിയമങ്ങൾ അനുസരിച്ചാണ് പുള്ളി ഫുള്ളും ടാക്സസ് കളക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജിസിയ സ്ട്രിക്ട്ലി ഇമ്പോസ് ചെയ്തു. ജിസിയ നമ്മൾ എപ്പോഴാണ് പഠിച്ചത്, ഇന്നലെ പഠിച്ചു. മുഹമ്മദ് ബിൻ കാസിം പഠിച്ചപ്പോൾ നമ്മൾ ജിസിയ പഠിച്ചു. ആ ഒരു ജിസിയ എന്ന് പറഞ്ഞ ടാക്സ് എന്ത് ചെയ്തു, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫിറോസ് ഷാ തുഗ്ലക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ജിസിയ? ജിസിയ എന്താണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. മുസ്ലിംസ് ആണ് റൂൾ ചെയ്യുന്നത്, പക്ഷേ ഹിന്ദുസ് അവിടെ ഉണ്ട്. അപ്പൊ ഹിന്ദുസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ് ബാക്കിയുള്ള എന്താണ് ഇൻവേഷൻസിൽ നിന്നും ഫൈറ്റിൽ നിന്നും ഒക്കെ. അതിനുവേണ്ടി വാങ്ങിക്കുന്ന ടാക്സ് ജിസിയ ടാക്സ്. ജിസിയ ടാക്സ് നോൺ മുസ്ലിം പോപ്പുലേഷനിൽ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഫിറോസ് ഷാ തുഗ്ലക്ക് നോക്കി. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഒരു സ്ട്രിക്റ്റ് മുസ്ലിം പോളിസീസ് ആണ് ഫിറോസ് ഷാ തുഗ്ലക്ക് ചെയ്തത്. അതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം എല്ലാവരും വെറുപ്പിച്ചാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പോയത്, അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറിഗേഷൻ ടാക്സ് കൊണ്ടുവന്ന ആദ്യത്തെ സുൽത്താനാണ് ആര്, ഫിറോസ് ഷാ തുഗ്ലക്ക്. അതുപോലെ തന്നെ കനാലും വെല്ലും ഒക്കെ ഡഗ് ചെയ്തു. 200 കിലോമീറ്റർ ഉള്ള ഒരു കനാൽ ഉണ്ടായിരുന്നു. അത് സത്ലജ് മുതൽ ഹൻസി വരെയാണ് ഉണ്ടായത്. അതിന്റെ പേര് രാജ്വാഹി. ജസ്റ്റ് നോക്കി വെച്ചിരുന്നത്, അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നോക്കി വെച്ചിരിക്കാം. പിന്നെ വേറൊരു കനാൽ, യമുനയ്ക്ക് ഹിസാറിനും ഇടയ്ക്കുള്ള കനാല്, അതിനെ ഉലുഖ് ഹാഷി എന്ന് പറയും. ഓക്കെ, ഉലുഖ് ഹാഷി എന്ന് പറയും. അപ്പൊ അത് പേരൊന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്ത് പിന്നെ ഖുറാനിൽ പറയുന്ന ടാക്സുകൾ കൊണ്ടുവന്നു. നേരത്തെ പോലെ മുസ്ലിം റൂൾ അനുസരിച്ച് ഖുറാനിൽ 4 ടാക്സ് കൊണ്ടുവന്നു. ട്രേഡിന് വേണ്ടി താരിഫും കാര്യങ്ങളൊക്കെ കുറച്ചു. ഓക്കെ, ട്രേഡ് താരിഫ് കുറച്ചു. പിന്നെ അതുപോലെ 300-ലധികം ടൗൺസ് ആണ് പുള്ളിയുടെ സമയത്ത് നിർമ്മിച്ചത്. അപ്പൊ കൺസ്ട്രക്ഷനിൽ കുറച്ച് ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുത്തു എന്നുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫിറോഷാബാദ്. അത് റെഡ് ഫോർട്ടിനടുത്ത്, ഡൽഹിക്ക് അടുത്താണ്. അതിനിപ്പോ ഫിറോസ് ഷാ കോട്ട്ല എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജുമാ മസ്ജിദ്, കുത്തബ് മിനാറൊക്കെ റിപ്പയർ ചെയ്തു. ഓക്കെ, ഫിറോസ് ഷാ തുഗ്ലക്കാണ് സത്യം പറഞ്ഞാൽ കുത്തബ് മിനാർ റിപ്പയർ ചെയ്തെന്ന് കൃത്യമായിട്ട് ഓർക്കുക. കാരണം ഇൽത്തുമിഷ് പണിത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു ലൈറ്റ്നിങ് പോലെ വന്ന് 1-2 എന്താണ് നിലയൊക്കെ പൊട്ടിപ്പോയി. അപ്പൊ അതൊക്കെ നന്നാക്കിയതൊക്കെ നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്ക്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക. പിന്നെ ജോൺപൂർ എന്ന് പറഞ്ഞ സിറ്റി ഫൗണ്ട് ചെയ്തു. അവിടെയാണ് പിന്നീട് ഷർക്കി എന്ന് പറഞ്ഞ കിങ്ഡം ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, മനസ്സിലാക്കി. ഷർക്കി കിങ്ഡത്തിന്റെ ഒക്കെ ക്യാപിറ്റൽ ആവുന്ന സ്ഥലമാണ് ഈ ജോൺപൂർ സിറ്റി എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ ഹിസാർ ഫിറോസ്പൂർ, ഫത്തേഹാബാദ്, തുഗ്ലക്കപൂർ, ഇങ്ങനെയുള്ള കുറച്ച് സിറ്റീസ് അദ്ദേഹം ഫൗണ്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമുക്ക് ഡൗട്ട് വരാം, ഏത് സിറ്റി ആര് ഫൗണ്ട് ചെയ്യുന്നുള്ളത്, അതൊന്ന് ഓർത്ത് വെക്കണം. അലൈ എന്ന് പറയുമ്പോൾ അലാവുദ്ദീൻ ഖിൽജി. ഇപ്പൊ ഫിറോസ് എന്ന് പറയുമ്പോൾ ഫിറോസ് എന്ന് മിക്കതിലും ഉണ്ട്, ഫിറോസ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. തുഗ്ലക്ക് എന്ന് പറയുമ്പോൾ ഡൗട്ട് വരാം. അപ്പൊ അത് മാത്രം ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചിരുന്നാൽ. ഓക്കെ, ഫത്തേഹാബാദ്. അപ്പൊ അങ്ങനെ ഡൗട്ട് വരാതെ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ റോയൽ ആയിട്ടുള്ള ഫാക്ടറി, അല്ലെങ്കിൽ രാജാവിന്റെ തന്നെ ഫാക്ടറീസിനെ ഖാർഖാന എന്ന് പറയും. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാനും ഇമ്പോർട്ടന്റ് റോൾ ആദ്യം പ്ലേ ചെയ്തു നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്ക്. അതുപോലെ ദിവാനി ഖൈറത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയത്
ആര്? ഫിറോസ് ഷാ തുഗ്ലക് ആണ്. പിന്നെ സ്കോളേഴ്സിലേക്ക് ബരാനി, അഫീഫിനെയൊക്കെ പാട്രണൈസ് ചെയ്ത് ഫിറോസ് ആണ്. അപ്പൊ ആരൊക്കെ ഏതൊക്കെ സ്കോളേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് അദ്ദേഹം തുടങ്ങിയത്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തതിനെ പഠിക്കുക. ഇതൊക്കെ മറന്നു പോകും, ഇതൊക്കെ പെട്ടെന്ന് മറന്നു പോകും, പടപടാന്ന് മറന്നു പോകും. അതുകൊണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്ലാസ് കാണുക, എന്നിട്ട് ഓർത്തു നോക്കുക എന്തൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എത്ര കാര്യം റീകളക്ട് ചെയ്യാൻ പറ്റിയെന്ന് നോക്കുക. കുറെ നിങ്ങൾക്ക് ഓർമ്മ വരും, കുറെ ഓർമ്മ വരില്ല. എന്നിട്ട് ഒന്നുകൂടെ വായിക്കുക, വായിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് കാണാം. അത് ഞാൻ രണ്ടാമത് ക്ലാസ് ആണ് ഞാൻ പറയില്ല, ക്ലാസ് കണ്ട് സമയം കളയണ്ട. കൂടുതൽ നിങ്ങൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എല്ലാ പോയിന്റുകളും എഴുതി വെച്ചിട്ട് പിന്നെ ക്ലാസ് കാണണ്ട. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഒന്നുകൂടെ ക്ലാസ് കണ്ട് മാക്സിമം പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ റിവിഷൻ വേണമെങ്കിൽ 2x ഇട്ട് വല്ലതും കണ്ടാൽ മതി. 2x സ്പീഡും കൂടെ ഇട്ട് കാണുമ്പോൾ കുറെ കൂടെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അടുത്ത് എന്താണ്, അപ്പൊ ദിവാനി ഖൈറത്ത് ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് പാട്രണൈസ് ചെയ്ത സ്കോളേഴ്സ് ആരൊക്കെ, ബറാനി, അഫീഫും. പിന്നെ അതുപോലെ ഇൻടോളറന്റ് ടുവേർഡ്സ് ഷിയ മുസ്ലിംസ് ആൻഡ് സൂഫീസ്. സൂഫീസിന്റെ അടുത്തും ഷിയ മുസ്ലിംസിന്റെ അടുത്തും അദ്ദേഹം ഇൻടോളറന്റ് ആയിരുന്നു. ആ കാര്യം കൃത്യമായിട്ട് ഓർക്കാം. ഇവിടെ നോക്കേണ്ടതിന് 2 ടൈപ്പ് മുസ്ലിംസ് ആണുള്ളത്. മുസ്ലിംസിന്റെ അത് ഡിവിഷൻ ഉണ്ട്, അതായത് ഷിയ എന്നുണ്ട്, സുന്നി എന്നുണ്ട്. ഷിയ മുസ്ലിംസ് ഉണ്ട്, സുന്നി മുസ്ലിംസ് ഉണ്ട്. അപ്പൊ ഈ രാജാക്കന്മാർക്കൊക്കെ സാധാരണ ഷിയ മുസ്ലിംസ് ആയിരിക്കും. ഈ വാരിയർ ക്ലാസ് ഒക്കെ സാധാരണ ഷിയ മുസ്ലിംസ് ആയിരിക്കും. സോറി, സുന്നി മുസ്ലിംസ് ആയിരിക്കും. സുന്നി മുസ്ലിംസ് ആയിരിക്കും, ഷിയ അല്ല, സുന്നി. സുന്നി ആയിരിക്കും രാജാക്കന്മാർ, വാരിയർ ക്ലാസ് ഒക്കെ. കാരണം ഈ ഒരു കാറ്റഗറൈസേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് പ്രോഫറ്റ് ഇസ്ലാം മതം കൊണ്ടുവന്നതിന് ശേഷം അടുത്ത ആരായിരിക്കണം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആരായിരിക്കണം ഇസ്ലാമിക്കിന്റെ ഹെഡ് എന്നുള്ളതിനെ വെച്ചിട്ടാണ് തർക്കം വന്നിട്ടാണ് ഇത് 2 ഷിഫ്റ്റ് വരുന്നത്. അപ്പൊ ഈ സുന്നീസ് പറയുന്നത് എന്താണ്, ഇതിനു വേണ്ടി ഓരോ ഹെഡുകളുണ്ട്. ആ ഹെഡിനാണ് നമ്മൾ ഖലീഫ എന്ന് പറയുന്നത്. നമ്മൾ ഖലീഫത്ത് നമ്മൾ പഠിച്ചത്, ഖലീഫ എന്ന് പറഞ്ഞാൽ ഉമയ്യദ് ഖലാഫത്ത് ഖലീഫ, അങ്ങനെ ഓരോ ഖലീഫകളും ഖിലാഫത്തുകളും നമ്മൾ പഠിച്ചതാണ്. അതെന്ന് പറഞ്ഞാൽ ആ ഖലീഫ എന്ന് പറഞ്ഞ ഹെഡും ഖലീഫത്ത് എന്ന് പറയുന്ന കിങ്ഡം. ഓക്കെ, ഖലീഫത്ത് എന്ന് പറഞ്ഞ കിങ്ഡം, അതിന്റെ ഹെഡ് ഖലീഫ. ഓക്കെ, ഖലീഫയാണ് നമ്മൾ പഠിച്ചത്. അതിനെ ഉമയ്യദ് ഖലീഫത്ത്, പിന്നെ അബ്ബാസിദ് ഖലീഫത്ത്, അതൊക്കെ പഠിച്ചതാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. അതൊക്കെ ഓരോ കിങ്ഡംസ് പോലെയാണ്. അപ്പൊ അവരൊക്കെ ആയിരിക്കും ഇതിന്റെ റൂളേഴ്സ് എന്നാണ് ആര് പറയുന്നത്, സുന്നീസ് പറയുന്നത്. പക്ഷെ ഷിയ പറയുന്നത് എന്താണ്, അല്ല, നമ്മുടെ പ്രോഫറ്റ് മുഹമ്മദിന്റെ തന്നെ ബാക്കി അനന്തര അല്ലെങ്കിൽ മക്കള്, അവരുടെ ബന്ധുക്കൾ, അവരൊക്കെയാണ് പിന്നെയുള്ള റിലീജിയസ് ഹെഡ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഷിയ എന്ന് സുന്നി എന്നും പറയുന്നത്. രാജാക്കന്മാർ സാധാരണ ഈ ഒരു നമ്മുടെ സുൽത്താൻമാരൊക്കെ എല്ലാം ആരായിരിക്കും, സുന്നീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സുന്നീസിനെതിരെയുള്ളതാണ് മുസ്ലിംസ് ആണ് ഷിയ. അപ്പൊ അവർക്ക് എതിരെയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോളിസീസ്. പിന്നെ മുസ്ലിമിൽ തന്നെ വന്നൊരു റീഫോം മുമ്പ് തന്നെ സൂഫിസം എന്ന് പറഞ്ഞു. അപ്പൊ സൂഫിസത്തിൽ നിന്നും ഇൻടോളറന്റ് ആയിരുന്നു ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു സ്ലേവ്സിന്റെ മെയിൻ്റനൻസിന് വേണ്ടി പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന്, അത് ദിവാനെ ബംഗാദാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കാം. സ്ലേവ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ചാരിറ്റിക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ തുഗ്ലക് ഡൈനാസ്റ്റിനെ താറുമാറാവാൻ വേണ്ടി നടന്ന ഒരു ഇൻവേഷനാണ് ടിമൂർ ഇൻവേഷൻ. ടിമൂറിഡ് എന്ന് പറഞ്ഞ ഒരു എംപയർ ഉണ്ട്, അവിടുത്തെ എംപയറിന്റെ പേരാണ് ടിമൂർ. അദ്ദേഹം 1398 ഇൻവേഷൻ നടത്തി. അത് കാരണം എന്ത് ചെയ്തു, തുഗ്ലക് ഡൈനാസ്റ്റി നാശകോശമായി അല്ലെങ്കിൽ ഡിസ്ട്രോയ് എന്ന് പറയാം. പിന്നെ അതിനുശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് ഓർക്കാം. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. അടുത്തുള്ള സെയ്ദ് ഡൈനസ്റ്റിയാണ്. സെയ്ദ് ഡൈനസ്റ്റി 1404 തൊട്ട് 1451 വരെയുള്ള ഡൈനസ്റ്റിയാണ് സെയ്ദ് എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഖിസിർ ഖാൻ എന്ന് പറയുന്ന ഖിസിർ ഖാൻ സത്യം പറഞ്ഞാൽ ടിമൂർ ഇൻവേഷൻ കഴിഞ്ഞ് ടിമൂർ അവിടെ പിടിച്ചെടുക്കും, ഡൽഹി അടക്കം പിടിച്ചെടുക്കും. കാരണം അത്രയും വീക്ക് ആവും തുഗ്ലക്. പിടിച്ചെടുത്തതിന് ശേഷം ഖിസിർ ഖാൻ എന്ന് പറഞ്ഞ ഒരു ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യും, മുൾത്താന്റെ ഗവർണർ. മുൾത്താൻ എന്ന് പറയുമ്പോൾ ആ ഒരു നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിന്റെ അടുത്തുള്ള ഒരു സ്ഥലം. അവിടെ എന്ത് ചെയ്യും, ഗവർണറായിട്ട് ഖിസിർ ഖാൻ അപ്പോയിന്റ് ചെയ്യും ടിമൂർ. അപ്പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം ഈ ഖിസിർ ഖാൻ ഈ ഇന്ത്യ ഫുള്ള് പവർ പിടിച്ചെടുക്കും. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നോർത്ത് ഇന്ത്യ കേട്ടാ, കാരണം ഫുള്ള് ഇന്ത്യ ഫുള്ള് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 പേരെ പിടിച്ചെടുക്കുന്നുള്ളൂ, അക്ബറും അശോകനും. ആ നോർത്ത് ഇന്ത്യ സൈഡ് ഉത്തർപദ് എന്ന് പറയും, ഉത്തർപദ്, ആ ഒരു സൈഡാണ് പിടിച്ചെടുക്കുന്നത് മെയിനായിട്ട്. അപ്പോഴേ അങ്ങനെയാണ് സെയ്ദ് ഡൈനാസ്റ്റി അവിടെ വരുന്നത്. അത് ഡൽഹി ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ അവർ ഉത്തർപ്രദേശ് ഫുള്ള് പിടിച്ചെടുത്തു വന്നൊരാവും. പിന്നെ അടുത്തുള്ള ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്തുള്ള നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിൽ പോയിന്റ്സ് അടയ്ക്കുക, രജപുത്തിനെ ഒന്ന് അടക്കി പിടിക്കുക, ബംഗാളിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇത്രയും കൺട്രോൾ ചെയ്താൽ മതി, അപ്പൊ നമുക്ക് അത് കിട്ടും. അങ്ങനെ ചെയ്യുന്ന അടുത്ത് ഖിസർ ഖാനാണ് സെയ്ദ്സിന്റെ. സെയ്ദ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, മുഹമ്മദ് പ്രോഫറ്റ് അല്ലെങ്കിൽ മുഹമ്മദിന്റെ മകളുടെ ലീനിയേജ് വരുന്ന ആൾക്കാരാണ് സെയ്ദ് എന്ന് പറയുന്നത്. ഓക്കെ, മുഹമ്മദിന്റെ മകളുടെ ലീനിയേജ് വരുന്ന ആൾക്കാരാണ് സെയ്ദ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഖിസിർ ഖാൻ തന്നെയാണ് ഇമ്പോർട്ടന്റ് റൂളർ. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് റൂളേഴ്സ് ഒന്നും അതിലില്ല, ജസ്റ്റ് ഇത്രയും മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ. അടുത്ത് വരുന്നതാണ് ലോധി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ. അടുത്ത് വരുന്ന 51526 വരെ ലോധി ഡൈനാസ്റ്റി. ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ബഹ്ലോൽ ലോധിയാണ് എന്നും കൂടെ ഓർക്കാം. ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. അതായത് ഇത്രയും നേരത്തെ പറഞ്ഞ ഡൈനാസ്റ്റീസ്, ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു, സ്ലേവ് ഡൈനാസ്റ്റി പറഞ്ഞു, പിന്നെ ഖിൽജി ഡൈനാസ്റ്റി പറഞ്ഞു, തുഗ്ലക്ക് പറഞ്ഞു, സെയ്ദ് പറഞ്ഞു. ഈ 4 ഡൈനാസ്റ്റികളും ടർക്കാണ്, തുർക്കുമിനിസ്ഥാൻ ഒറിജിനാണ്. ടർക്കാണെന്ന് പറഞ്ഞാൽ തുർക്കുമിനിസ്ഥാൻ. പക്ഷേ ലോധീസ് മാത്രം അഫ്ഗാൻ ഒറിജിൻ ആണെന്ന് മനസ്സിലാക്കാം, അഫ്ഗാൻ ഒറിജിൻ.
അപ്പോൾ ഡൽഹി സുൽത്താനത്തിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നുകിൽ ടർക്ക് ആയിരിക്കും അല്ലെങ്കിൽ അഫ്ഗാൻ ആയിരിക്കും. അതിൽ തന്നെ അഫ്ഗാൻ ആയിട്ടുള്ള ഒരേ ഒരു ഡൈനാസ്റ്റി ഡൽഹി സുൽത്താനത്തിലുള്ള ലോധീസ് ആണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അവരാണ് സെയിൽസ് കഴിഞ്ഞ് വരുന്ന അഫ്ഗാൻസ് ആണ് അവര്. അതിന്റെ ഫൗണ്ടർ ബഹ്ലോ ലോധിയാണ്. അദ്ദേഹം 1489 മരിക്കും. അത് കഴിഞ്ഞ് വരുന്നത് സിക്കന്ദർ ലോധിയാണ്. ഓക്കെ, അപ്പൊ ഇവിടത്തെ കാര്യം എന്ന് പറയുന്നത് സിക്കന്ദർ ലോധി കൂടുതലും അദ്ദേഹമാണ് കുറച്ചുകൂടെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള കിങ്. ഇവിടെ നമ്മുടെ ആ ഫൗണ്ടർ ആയിട്ടുള്ള ബഹ്ലോ ലോധി എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല. സിക്കന്ദർ ലോധിയെ കുറിച്ച് നമുക്ക് നോക്കിയാൽ മതി. സിക്കന്ദർ ലോധി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുറെ പോളിസീസ് ഒക്കെ അലാവുദ്ദീൻ ഖിൽജിയുടെ അടുത്തുള്ള പോളിസീസ് കുറെയൊക്കെ ചെയ്തിരുന്നു. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ലോധി റൂളേഴ്സ് ആണ് അദ്ദേഹം. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. അലാവുദ്ദീൻ ഖിൽജി എന്താ ചെയ്തിരുന്നത്? ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്, അതായത് കറക്റ്റ് ആയിട്ട് പൈസ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടോ, ഓഫീസേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കും. രാജാവ് തന്നെ ചെക്ക് ചെയ്ത് നോക്കും. അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്താണെങ്കിൽ രാജാവ് ചെക്ക് ചെയ്ത് നോക്കുവേ. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ തെറ്റായിട്ടാണ് ഒരു ക്ലർക്കുണ്ട്, ക്ലർക്കായിരിക്കും ഈ പൈസയൊക്കെ നോക്കുന്നത്, കറക്റ്റ് പൈസ വന്നോ ഇല്ല എന്നൊക്കെ നോക്കുന്നത്. അപ്പൊ ക്ലർക്ക് നോക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഈ പൈസ എഴുതിയതിലൊക്കെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ രാജാവ് ചെക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് റാൻഡായിട്ട് രാജാവ് ചെക്ക് ചെയ്യുമ്പോൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ തല വെട്ടിക്കളയും. അതുകൊണ്ട് പണ്ട് അവർ പറയുന്ന ഈ ക്ലർക്കിനൊന്നും പെണ്ണ് കൊടുത്തില്ല എന്നാണ്. കാരണം ഈ രാജാവ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് അവരങ്ങ് തല തന്നെ വെട്ടിക്കളയും. അതുകൊണ്ട് ഇത് ഭയങ്കര മെനക്കെട്ട ഒരു പണിയാണ്. അതുപോലെയുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സിസ്റ്റം എന്ത് ചെയ്തു? സിക്കന്ദർ ലോധിയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ സിക്കന്ദർ ലോധിയിലെ എക്സ്പാൻഡ് സിസ്റ്റം അല്ലെങ്കിൽ സ്പൈസ്, അതിന് നമ്മൾ എന്ത് പറയും? ബറീഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ മുനിയൻസ് എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തു? ഇതൊക്കെ അലാവുദ്ദീൻ ഖിൽജിയിൽ നിന്ന് എടുത്ത ഐഡിയ ആണ്. പിന്നെ അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. അതിന്റെ ഹെഡ് ആയിട്ട് ബറീഖി മാമുലിക് കൊണ്ടുവന്നു. ഓക്കെ, ബെറീഡി മാമുലുക്. കാരണം ബെറീഡ്സ് എന്നാണ് സ്പൈസിനെ വിളിക്കുന്നത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ബെറീഡി മാമുലുക്, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ ലാൻഡ് മെഷർ കൊണ്ടുവരാൻ വേണ്ടി ഗാസി സിക്കന്ദർ എന്ന യൂണിറ്റ് കൊണ്ടുവന്നു. ഖിൽജിയുടെ സമയത്ത് കൊണ്ടുവന്ന യൂണിറ്റ് ബിശ്വ, ഇദ്ദേഹം കൊണ്ടുവന്ന യൂണിറ്റ് ഗാസി സിക്കന്ദറി. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം വുമണിനെയൊക്കെ പള്ളികളൊക്കെ വിസിറ്റ് ചെയ്യുന്നതിന് ഫോർബിഡ് ചെയ്തു. വളരെ എന്താണ് ഇസ്ലാമിക് ആയിട്ടുള്ള, ഇസ്ലാമിന് ഫീമെയിൽസിന്റെ അടുത്ത് കുറച്ച് എന്താണ് ഓർത്തഡോക്സ് പോളിസീസ് ഇല്ലേ, ഓർത്തഡോക്സ് പോളിസീസ്, അത് എക്സ്ട്രീം ആയിട്ട് ചെയ്ത ഒരാളാണ് സിക്കന്ദർ ലോധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്തു? താസിയാസ് എന്ന് പറയുന്ന ഒരു പ്രൊസഷൻ ഉണ്ടായിരുന്നു. അത് ഷിയയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണ്. ഈ മുഹറം എന്നൊരു ഫെസ്റ്റിവൽ ഉണ്ട്. ഈ മുഹറം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മുഹമ്മദിന്റെ തന്നെ ബന്ധത്തിലുള്ള ഒരാളുണ്ട്. അയാളുടെ മരണവുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള ഒരു മോർണിംഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവരുടെ ഒരു വിഷമപരമായ ദിവസമായിട്ടാണ് അവർ മൊഹറം ആഘോഷിക്കുന്നത്. ഈ ഷിയ ഫെസ്റ്റിവൽ ആണ്. ആ സമയത്ത് എടുത്ത ഒരു പ്രൊസഷനാണ് താസിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ താസിയാസിനെയൊക്കെ പ്രൊസഷനെയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തു. അതായത് ഫിറോസ് ഷാ തുഗ്ലക്കിനെ പോലെ തന്നെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള റിലീജിയസ് പോളിസിയാണ് സിക്കന്ദർ ലോധിയും ഏറ്റെടുത്തിരുന്നതെന്ന് ഇവിടെ ഓർക്കാം. ഓക്കെ, സിക്കന്ദർ ലോധിക്ക് ഈ ലിറ്ററേച്ചർ ആയാലും പോൾട്രി ആയാലും ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരു ഇത് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിരുന്നു ചോദിച്ചായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് കേട്ടോ. അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല, നേരെ ഒരു ഇത് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. ലിറ്ററസിയും പോയട്രി ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. പേർഷ്യൻ ലോവേഴ്സസ് ആയിരുന്നു. എഴുതിയിരുന്നു. അപ്പൊ എഴുതിയിരുന്ന പെണ്ണെയും ഉപയോഗിച്ചത് ഗുൾ റുഖ് എന്ന പേരിൽ അദ്ദേഹം ഇഷ്ടംപോലെ കവിതകളൊക്കെ പേർഷ്യനിൽ എഴുതിയിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നോക്കുക. പിന്നെ അദ്ദേഹം മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഷെഹനായി പോലത്തെ വാദ്യോപകരണം, ഇതാണ് ഷെഹനായി. ഇപ്പൊ ഷെഹനായി പോലത്തെ വാദ്യോപകരണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റെപ്യൂട്ടഡ് വർക്ക് എന്ന് പറയുന്നത് ലാഹ്ജാത്ത് ഇ സിക്കന്ദർ ഷാഹി എന്ന് പറയുന്ന ഒരു വർക്കാണ്. അപ്പൊ ഇതൊക്കെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പഠിക്കുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ 2-3 പ്രാവശ്യം പഠിച്ചാലും നോക്ക് അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, മുഹറം ഫെസ്റ്റിവലിൽ അത് പ്രൊഹിബിറ്റ് ചെയ്ത കാര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ എഴുത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക് എന്താണ് എന്നുള്ള. ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്തായിരുന്നു ചോദിച്ചാൽ അത് സിക്കന്ദർ ലോധിയാണ്. പിന്നെ അദ്ദേഹം ഒരു റിലീജിയസ് ബിഗട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു റിലീജിയസിന്റെ കാര്യത്തിൽ ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. ഓർത്തഡോക്സ് മുസ്ലിം എന്ന് പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഹിന്ദു ടെമ്പിൾസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു, ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസ് ഹിന്ദുസിന് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഫിറോസ് ഷായുടെ പോളിസിയാണ് ആ കാര്യത്തിലെടുത്ത്. ഇപ്പൊ മിലിറ്ററി റിഫോംസിന്റെ അല്ലെങ്കിൽ ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൂടുതലും സിക്കന്ദർ ലോധി, അലാവുദ്ദീൻ ഖിൽജിയുടെയും, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു മതപരമായിട്ടുള്ള നയം കൂടുതലും ഫിറോസ് ഷാ തുഗ്ലക്കിന്റെയാണ് അദ്ദേഹം പാലിച്ചിരുന്നത്. ഓക്കെ, അത്ര ഓർക്കാം. അടുത്ത് ഉള്ള റൂളറാണ് ഇബ്രാഹിം ലോധി, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ അവസാനിക്കുമ്പോൾ അവസാനത്തെ റൂളറാണ് ഇബ്രാഹിം ലോധി എന്ന് പറഞ്ഞാൽ. അദ്ദേഹം സിക്കന്ദർ ലോധിയുടെ മൂത്തമാനായിരുന്നു. പക്ഷെ കുറച്ച് അറഗന്റ് ആയിരുന്നു. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് പോളിസി ഒന്നും കൊണ്ടുവന്നൊന്നുമില്ല, കുറച്ചുകൂടെ ലീനിയന്റ് ആയിരുന്നു. അപ്പൊ ലീനിയന്റ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ കോർട്ടിന്റെ അകത്ത് മുസ്ലിംസ് മാത്രമായിരിക്കില്ല ഉള്ളത്, എല്ലാ ഫാക്ഷനിലുള്ള ആൾക്കാരും നൊബിലിറ്റിയിൽ വരും, അല്ലെങ്കിൽ നോബിൾസ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇൻഫൈറ്റിങ് കാണും, അതും നടന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം കുറച്ച് മോശമായിരുന്നു. ഈ ആൾക്കാരെയൊക്കെ വിളിച്ച് അവിടെ മുമ്പ് കൊണ്ടിട്ട് അല്ലെങ്കിൽ കോർട്ടിൽ ഓപ്പൺ ആയിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യും, നാണം കെടുത്തി വിടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടില്ല. ഇഷ്ടം പോലെ വൈരാഗ്യം
ഈ അകത്ത് തന്നെ ഇബ്രാഹിം ലോധിക്കെതിരെ ഉണ്ടായിരുന്നതാണ്. ഇദ്ദേഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത, ഇദ്ദേഹം ജസ്റ്റ് ഇതിന് ഈ ഒരു എന്താ നമ്മളെ ലോധി ഡൈനാസ്റ്റി നിൽക്കാൻ കാരണമായ ഒരാളാണ് ഇദ്ദേഹം. കാരണം ഇങ്ങനെ ഒരു ഇദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് തന്നെ പഞ്ചാബിന്റെ ഗവർണർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അങ്കിള് തന്നെ എന്ത് ചെയ്തു, ദൗലത് ഖാൻ ലോധിയാണ് അദ്ദേഹത്തിന്റെ അങ്കിള് തന്നെ ബാബറിനെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു, നിങ്ങൾ വന്നോ ഇവിടെ എല്ലാം ഇൻവേഡ് ചെയ്ത് കൊണ്ടുപോയിക്കോ, ഇത് വേണ്ടെന്നാണ്. അപ്പോഴാണ് ബാബർ പിന്നെ ഡൽഹിയെ എതിരെ വരുന്നതും ഇബ്രാഹിം ലോധിയെ കൊന്നു കളയുന്നതും. എപ്പോഴാണ് കൊല്ലുന്നത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് നടക്കും. അപ്പൊ ആ സമയത്ത് ഡൽഹിയെ കൊല്ലുന്നത്, ഡൽഹിയെ കൊല്ലുന്നതല്ല, ആര്, നമ്മുടെ ഇബ്രാഹിം ലോധിയെ കൊല്ലുന്നത് ബാബറാണ്. ഇതിന് കാരണമായ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ പോളിസിയും തന്നെ. പിന്നെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിക്കന്ദർ ലോധി എന്ന് പറയുമ്പോൾ വളരെ കിടില റൂളറാണ്. അപ്പൊ അത്രയും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പവർ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അത്രയും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത് വരുന്ന രാജാവ് ഇത്രയും സെൻട്രലൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരും. അത്രയും ഏബിൾസ്റ്റ് ആയിട്ടുള്ള റൂളർ വരണം. പക്ഷെ അത്ര ഏബിൾസ്റ്റ് ആയിട്ടുള്ള റൂളർ അല്ലായിരുന്നു ഇബ്രാഹിം ലോധി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബാബർ വരുന്നു. പിന്നെയുള്ള കഥ നമുക്ക് മുകളിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സൽത്തനറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സൽത്തനറ്റ് പീരീഡ് തീരുന്ന സമയം തന്നെ 1526 അതോടുകൂടി ലോധി ഡൈനാസ്റ്റിയും വിട പറയാണ്. അതിനുശേഷം മുഗൾസ് വരെയാണ്. ഇനി ബേസിക് ഡിഫറൻസ് എന്താണ് ഈ ഒരു ഡൽഹി സുൽത്താനേറ്റും മുഗൾസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ അവര് ടർക്ക് അല്ലെങ്കിൽ അഫ്ഗാൻ ഒറിജിൻ ആയിരിക്കും, ലോധി ആകുമ്പോൾ അഫ്ഗാൻ ഒറിജിൻ ആയിരിക്കും. പക്ഷെ നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ ഉസ്ബെക്ക് ഒറിജിൻ ആണ്. ഉസ്ബെക്കിസ്ഥാനിലുള്ള ആൾക്കാരാണ്. ഇവര് ടർക്കുമിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ ലിറ്ററേച്ചറിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെഡീവൽ ഇന്ത്യ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാളാണ് അമീർ ഖുസ്രു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹം കുറെ ആൾക്കാരെ കോർട്ടിലുണ്ടായിരുന്നു. തുഗ്ലക്കിന്റെ കോർട്ടിലുണ്ടായിരുന്നു, ഖിൽജിയുടെ കോർട്ടിലുണ്ടായിരുന്നു, കുറെ പേരുടെ കോർട്ടിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഖംസ ഇ ഖുസ്രു ഉള്ളതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ ഖുസ്രുവിന്റെ വർക്കാണ്. ഖംസ ഇ എന്ന് പറയുന്ന 5 ലോങ് പോയംസിനെ കുറിച്ചാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തുഗ്ലക് നാമ, തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഹിസ്റ്ററി എഴുതിയ ബുക്കാണ് തുഗ്ലക് നാമ. പിന്നെ കിറാൻ അസ് സദൈൻ എന്ന് പറഞ്ഞ കസൽസ് ആൻഡ് ക്വാലീസ് എന്ന് പറയുന്ന ഖസൽസും ഗസലുകൾ എന്ന് പറയില്ല, ഗസലൊക്കെ കൊണ്ടുവന്ന നമ്മൾ ഖുസ്രുവാണ്. രാഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ. അങ്ങനെ ഇഷ്ടം പോലെ. ഖയാൽ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് സ്റ്റൈൽ തന്നെ പുള്ളി കൊണ്ടുവന്നു, ഖയാൽ. അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡീവലിന്റെ ഒരു മ്യൂസീഷ്യനാണ് അമീർ ഖുസ്രു എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒരു സൂഫി പോയറ്റ് ആയിരുന്നു. സൂഫിസം നമ്മൾ കൃത്യമായിട്ട് ഭക്തി മൂവ്മെന്റ് ആണ്, സൂഫി മൂവ്മെന്റ് എന്നാണ് പഠിക്കും. അപ്പൊ സൂഫി പോയറ്റ് കൂടിയായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ കൂടിയായിരുന്നു. ഹിസ്റ്റോറിയൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അമീർ ഖുസ്രുവിനെ കുറിച്ച്. അത്രയും കിടിലാണ് അമീർ ഖുസ്രു എന്നുള്ളത്. ഓക്കെ, അതായത് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ, അല്ല രാജ്യം നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരല്ല, അല്ല ആർട്ട് ആൻഡ് കൾച്ചർ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ അദ്ദേഹത്തിന് പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഇഷ്ടം പോലെ പേർഷ്യനിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ഈവൻ പിന്നെ ബേസിക്കായിട്ട് സൂഫി പോയട്രിയിൽ ഇഷ്ടംപോലെ കോൺട്രിബ്യൂഷൻസ് നടത്തിയ ആളാണ്. പിന്നെ അതിന്റെ അവസാനമായിട്ട് ഖസൈൻ ഉൽ ഫുത്ത, അത് ഇവിടെ തെറ്റിപ്പോയതാണ്, ജസ്റ്റ് ഒന്ന് ഇവിടെയും കൂടെ ഉണ്ടാവാക്കുക. അത് അമീർ ഖുസ്രുവിന്റെ ആണ്, ഖസൈൻ ഉൽ ഫത്ത. അത് അലാവുദ്ദീൻ ഖിൽജിയുടെ റെയിനും മിലിറ്ററി ക്യാമ്പയിനൊക്കെ പറയുന്നുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഇഷ്ടംപോലെ കഥകളുണ്ട്. മറ്റേ പത്മാവതി സിനിമയിൽ തന്നെ 1-2 കഥകളുണ്ട്. പത്മാവതിക്ക് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ചിറ്റോർ വരെ പോയി കീഴടക്കാൻ വേണ്ടി നോക്കിയെന്നൊക്കെ പറഞ്ഞൊരു കഥകളുണ്ട്. അപ്പൊ അതൊക്കെ കള്ളമാണ്, അതൊക്കെ അതിലും സത്യമില്ല. സിനിമയിലുള്ള ബാക്കി ഫുള്ള് കള്ളമാണ്, അങ്ങനെ നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം, അതായത് ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ കഥ നടന്നതിന് ശേഷം 100-200 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ബുക്ക് തന്നെ, പത്മാവതി എന്ന ബുക്ക് എഴുതപ്പെട്ടതും ആ ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ എടുത്തത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ആത്യന്തികമായിട്ട് നമ്മൾ സത്യം കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്ത് അതാണ് സത്യം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അമീർ ഖുസ്രുവിന്റെ ജസ്റ്റ് നോട്ടബിൾ വർക്ക് 2-3 പ്രാവശ്യം റിവൈസ് കൃത്യമായിട്ട് പഠിക്കുക. 1, 2, 3, 4 വർക്കുണ്ട്. അടുത്ത് സിയാവുദ്ദീൻ ബറാനി എന്ന് പറയുന്ന തറിഖ് ഇ ഫിറോസ് ഷാഹി എന്ന് പറയുന്ന ബാൽബൻ മുതൽ, ഓക്കെ, സ്ലേവ് ഡൈനാസ്റ്റിയിലെ ബാൽബൻ മുതൽ തുഗ്ലക് ഡൈനാസ്റ്റിയിലെ എഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിറോസ് ഷാ തുഗ്ലക് കേട്ടോ. അതായത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ MBT എന്നും ഫിറോസ് ഷാ തുഗ്ലക്കിനെ FST എന്ന് വേണേൽ പറയാം. അപ്പൊ ഈ ബാൽബൻ മുതൽ FST വരെയുള്ള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരാളാണ് സിയാവുദ്ദീൻ ബറാനി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് മിൻഹാജ് സിറാജ് ഉണ്ട്, അദ്ദേഹത്തിന്റെ തബാഖത്ത് നീ നസാറി എന്ന് പറയുന്ന ബുക്ക്. അത് ജനറൽ ഹിസ്റ്ററി 1260 വരെ. 1260 ആരാണ് റൂളർ? ടൈം ലൈൻ ആലോചിച്ചു. ഞാൻ പറയണില്ല സ്ലേവ് ഡൈനാസ്റ്റിയിലെ റൂളർ ആണോ ആലോചിച്ച് നോക്കും. ഏത് റൂളർ ആണെന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഞാൻ ആ ടൈം ലൈൻ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹിസ്റ്ററി പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് കുറെ കാണാതെ പഠിക്കരുത്. ഈ ഒരു കഥ മനസ്സിലാക്കി പഠിക്കുക. ആ സമയത്ത് ആരാണ് റൂളർ? റസിയാണോ, ബാൽബനാണോ, ഇനി ഖിൽജിയാണോ? ഓർത്ത് നോക്കാം. ഓക്കെ, അത് നിങ്ങൾ എക്സസൈസ്.
അടുത്ത ഹസൻ നിസാമി. ഹസൻ നിസാമി എന്ന് പറഞ്ഞാൽ താജ് ഉൽ മസീർ ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ഹിസ്റ്ററി എന്ന് അറിയപ്പെടുന്ന നസൻ ഹസാമിയുടെ ഈ ഒരു ബുക്കാണ് കേട്ടോ. ഇതില് മുഹമ്മദ് ഗോഡിയുടെയും കുത്ബുദ്ദീൻ ഐബക്കിന്റെ കഥയാണ്, അതായത് കുറെ പണ്ടത്തെ. ഓക്കെ, അപ്പൊ അത്രയാണ് കൃത്യമായിട്ട് ഒന്ന് പഠിക്കുക. ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള. നമുക്ക് മുഗൾസും കൂടെ തുടങ്ങി വെക്കാം. മുഗൾസ് തീർക്കാൻ കുറച്ചും കൂടെ നമുക്ക് മാക്സിമം കവർ ചെയ്ത് വരണം മുഗൾസ്, എന്നിരുന്നാൽ മാത്രമേ നമുക്കത് തീരത്തുള്ളൂ. കാരണം നാളെ കൊണ്ട് എനിക്ക് മുഗൾ തീർക്കണം, എന്നാലേ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മുഗൾ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇബ്രാഹിം ലോധി ഒരു അത്ര നല്ല റൂളർ അല്ലായിരുന്നു. അദ്ദേഹം ബാക്കി എല്ലായിടത്തും വർഗീയം അല്ലെങ്കിൽ എന്താണ് ദേഷ്യം വരുത്തി വെച്ചു. അദ്ദേഹത്തിന്റെ അങ്കിള് തന്നെ ദൗലത് ഖാൻ ലോധി തന്നെ ബാബറിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയായിരുന്നു, നിങ്ങൾ വരൂ, ഇന്ത്യ ആക്രമിക്കൂ, അവിടെ എടുക്കൂ. അപ്പൊ ദൗലത് ഖാൻ ലോധി ഇങ്ങനെ പറയുമ്പം അദ്ദേഹത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്, ബാബർ വരും, ഡൽഹി ലൂട്ട് ചെയ്യും, പൈസ എല്ലാം എടുക്കാളൊക്കെ എടുക്കും, അങ്ങ് പോവും. അപ്പൊ എന്ത് ചെയ്യാം, ദൗലത് ഖാൻ തിരിച്ച് ഇവിടെ ദൗലത് ഖാൻ അവിടെ ബാക്കി രാജാവായിട്ട് തുടരാം എന്നൊക്കെയുള്ള മോഹങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ബാബറിന്റെ നീക്കങ്ങൾ. കാരണം ബാബർ എന്ന് പറയുന്ന ഇന്ത്യയിൽ റൂൾ ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന ആളാണ് ബാബർ. ഞാൻ പറഞ്ഞു ബാബർ എന്ന് പറയുമ്പോൾ ഉസ്ബെക്ക് ഒറിജിനാണ്. ഉസ്ബെക്കിസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ മെയിൻ ഹോം ലാൻഡ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കിങ്ഡം ആദ്യം നടപ്പിലാക്കാൻ നോക്കിയത് അവിടെയാണ്, ഉസ്ബെക്കിസ്ഥാൻ. അവിടെ തന്നെ സമർക്കണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സമർക്കണ്ട്. പക്ഷെ അവിടെ ഫെയിൽ ആവും, അവിടെയുള്ള ബാക്കി ആൾക്കാരൊന്നും അതിന് സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെ അതിന് ഫെയിൽ ആവുകയാണ് ചെയ്യുന്ന പുള്ളി. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അവിടെ അദ്ദേഹത്തിന്റെ കിങ്ഡം കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ പുള്ളി കുറച്ച് അഫ്ഗാനിസ്ഥാനിലോട്ടൊക്കെ മാറി നിൽക്കും, അവിടെ സെറ്റിൽ ചെയ്ത് നിൽക്കും. അപ്പോഴാണ് ഇന്ത്യയെ കുറിച്ച് സ്വപ്നം കാണുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സ്ഥലമാണ്, ഇവിടെ ആരും അറ്റാക്ക് ചെയ്യാൻ വരില്ല, കുറച്ചുകൂടെ സമാധാനമുള്ള സ്ഥലമാണ്, അദ്ദേഹത്തിന് അവിടെ പറ്റും എന്നൊക്കെയല്ല. അവിടെ തൊട്ടേ പുള്ളി എന്ത് ചെയ്തു, പ്ലോട്ട് ചെയ്തു. ഒരു 1500 ശേഷം തന്നെ പുള്ളി പ്ലോട്ടിങ് തുടങ്ങി. പക്ഷെ ഇപ്പോഴേ ആ ഒരു സിക്കന്ദർ ലോധി സമയത്ത് പുള്ളി പ്ലോട്ട് ചെയ്ത് തുടങ്ങി. പക്ഷെ ആ സിക്കന്ദർ ലോധി അടുപ്പിക്കൂല എന്ന് ഏകദേശം പുള്ളിക്ക് അറിയായിരുന്നു. എന്നാലും ആ സമയത്തൊന്നും ചെയ്തില്ല. പക്ഷെ ഇബ്രാഹിം ലോധി വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ട് വന്നു, പുള്ളി എന്ത് ചെയ്തു, ഇവിടെ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. പുള്ളിയുടെ ഒരു ഒറിജിൻ നോക്കണേ, ടിമൂർ അച്ഛന്റെ സൈഡിൽ നിന്ന് ടിമൂർ ഡൈനാസ്റ്റി എന്നാണ് അദ്ദേഹത്തിന്റെ ലീനേജ് വരുന്നത്. പിന്നെ അമ്മയുടെ സൈഡിൽ നിന്ന് ചെങ്കിഷ് ഖാന്റെ ലീനേജ് വരുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡും സത്യം പറഞ്ഞാൽ മംഗോളുമായിട്ട് ബന്ധം, മംഗോൾ ഒരു ലീനേജ് ഉള്ളതാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ ലെജിറ്റിമസി. ഇന്ത്യയിലെ രാജാവാക്കിയുള്ള അദ്ദേഹത്തിന്റെ ലെജിറ്റിമസി അതാണ്. ഇന്ത്യയിലല്ല, ആദ്യം അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിലെ രാജാവാണ് നോക്കിയത്, പക്ഷെ നടന്നില്ല. അപ്പൊ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ഇതാണ് പറഞ്ഞത്. ഓക്കെ, അദ്ദേഹം 21 ഏപ്രിൽ 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നു. പാനിപ്പട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് ഭയങ്കര സിഗ്നിഫിക്കന്റ് ഉള്ള സ്ഥലമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ യുദ്ധങ്ങൾ നടക്കുന്നു. 3 ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കും. ഫസ്റ്റ് ബാറ്റിൽ ഇവിടെ നടക്കും, പിന്നെ അക്ബറിന്റെ അടുത്ത് നടക്കും, പിന്നെ അടുത്ത് മറാത്താസിനെതിരെ ഒരു ബാറ്റിൽ നടക്കും, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പൊ അങ്ങനെ കുറെ ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കും. കാരണം പാനിപ്പട്ട് എന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ കുറച്ച് പ്ലെയിൻ ഏരിയ ആണ്, അവിടെ ഫൈറ്റ് ചെയ്യാൻ കുറച്ച് പക്ക സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടം പോലെ യുദ്ധങ്ങൾ നടക്കും. അങ്ങനെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് അവിടെയാണ് നടന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ ബാബർ അപ്ലൈ ചെയ്ത ഒരു വാർ ടെക്നിക്കാണ് റോഹിമി മെത്തേഡ് ഓഫ് വാർ, അല്ലെങ്കിൽ തുൽഗുമ മെത്തേഡ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ. ഒരു 5 സെക്കൻഡ് ഒന്ന് ഞാൻ വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, ഓക്കെ. അപ്പോഴേ ഇവിടെ മെയിൻ ആയിട്ട് നടന്ന വാർ മെത്തേഡാണ് റുഹ്മി മെത്തേഡ് ഓഫ് വാർഫെയറും പിന്നെ അതുപോലെ തുൽഗ്മ മെത്തേഡ് ഓഫ് വാർഫെയറും വെച്ചിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. അപ്പൊ ഇതും കൃത്യമായിട്ട് നോക്കാം. ഞാൻ ഡൽഹി സുൽത്താനായിട്ട് പഠിപ്പിച്ചപ്പോൾ അവിടുത്തെ യുദ്ധ നയങ്ങൾ, ഡൽഹി സുൽത്താനത്തിന് മുമ്പ് തന്നെ മുഹമ്മദ് ഗോറിയുടെ ഒരു വാർ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അവിടെ പറഞ്ഞതാണ് അവിടുത്തെ ഉണ്ട് ഹോഴ്സസ്, സെൻട്രൽ ഏഷ്യൻ ഹോഴ്സസ് വളരെ കിടിലമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്കിവിടെ ഗുലാം ആർമി പോലത്തെ ആർമി ഉണ്ട്, സ്ലേവ്സിന്റെ ഒരു നമ്മുടെ സുൽത്താനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആർമി. കൊച്ചിലെ തന്നെ അവരെ സ്ലേവ്സ് ആയിട്ട് എടുത്ത് ട്രെയിൻ ചെയ്ത് നമ്മുടെ സുൽത്താനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആർമിയാണ് ഗുലാം ആർമി എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓൾറെഡി ഇതിന്റെ ഇവിടെ ഉണ്ട്. ആർക്ക്? ഇബ്രാഹിം ലോധിക്ക്. കാരണം ഇബ്രാഹിം ലോധിയാണല്ലോ ഇത് ട്രെയിൻ ചെയ്ത് വരുന്നത്. ഇതുണ്ട്. പിന്നെ ആരുണ്ട്? നമ്മുടെ ഹോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗുലാം ആർമി ഉണ്ട്. പിന്നെ എലിഫൻസിനെയും കൂടെ അദ്ദേഹം ആഡ് ചെയ്തു. ആര്? നമ്മുടെ ഇബ്രാഹിം ലോധി ബാക്കിയുള്ള രാജാക്കന്മാരെല്ലാവരും ആദ്യം എലിഫൻസിനെ കൂടെ ആഡ് ചെയ്തു. അതിന് കൂടുതൽ ആർമറുള്ള എലിഫൻസിനെ കൊടുത്തു, ആർമറുള്ള എലിഫൻസ്. ഇപ്പൊ ഒരു സൈഡ് ഇബ്രാഹിം ലോധിയുടെ ഈ ഒരു സൈഡ് ഉണ്ട്, ഇപ്പുറത്താണ് ബാബർ. ബാബർ എന്ന് പറയുമ്പോൾ ഇവരെ തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വേണം. അപ്പൊ ഇവരാണ് അല്ലെങ്കിൽ ബാബറാണ് ആദ്യമായിട്ട് ഗൺ പൗഡർ ആദ്യമായിട്ട് കൊണ്ടുവന്നെന്ന് പറയപ്പെടുന്നത്. നേരത്തെ യൂറോപ്യന്മാരെ കൊണ്ടുവന്നു, പക്ഷെ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടൊരു രീതിയിൽ ഗൺ പൗഡർ കൊണ്ടുവന്ന ആരെന്ന് ചോദിച്ചാൽ അത് ബാബർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഗൺ പൗഡർ കൃത്യമായിട്ട് ഉപയോഗിച്ച ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഫോർമേഷൻ ഉണ്ട്. ഈ നമ്മുടെ റൂമി മെത്തേഡ് അല്ലെങ്കിൽ തുലുക്മ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ആ ഫോർമേഷൻ, കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ
ഇങ്ങനെ ഫസ്റ്റ് ഒരു കുറെ ബുള്ളക്കാർത്തൊക്കെ വെച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ഈ രീതിയിൽ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ അടുക്കി വെക്കും. എന്നിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ വരും ഒരു ആർമി. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇവരുടെ ഫോർമേഷൻ വരുന്നത്. ഇവിടെ ആദ്യം രണ്ടും സെറ്റ് ചെയ്യും, പിന്നെ സൈഡിൽ കൂടെ ആൾക്കാർ വരും. അപ്പോഴെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ലോധി 1,00,000 ആർമി ഉണ്ടായിരുന്നു. ഇബ്രാഹിം ലോധിക്ക് 1,00,000 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബാബറിന് ഇവർ 40,000 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിട്ടും അവർ യുദ്ധം ജയിച്ചു. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ ബാറ്റിൽ സ്ട്രാറ്റജിയാണ് എന്നുള്ളതാണ്. ഈ ഡൽഹി സുൽത്താൻമാരൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ബ്രേവറിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ബാറ്റിൽ സ്ട്രാറ്റജി കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. നേരെ അങ്ങ് അടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവർ കുറെ കൂടെ ബുദ്ധിപരമായിട്ട് കളിച്ചത് കൊണ്ട് അവർ ജയിച്ചു. അതിനുശേഷം അല്ലെ ബാബർ വന്നതിന് ശേഷമുള്ള പിന്നീടുള്ള മുഗൾസ് ആയാലും ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1-2 പേര് ഒഴിച്ചു. ഹുമയൂണിനൊക്കെ കുറച്ച് മണ്ടത്തരങ്ങൾ പറ്റും, അല്ലാതെ ബാക്കി രാജാക്കന്മാരൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ ചെയ്തത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവര് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആനയെ ഇവർ ഇങ്ങോട്ട് വിടും. ആര്? ഇബ്രാഹിം ലോധിയുടെ സൈഡ് ആനയെ ഇങ്ങോട്ട് വിടും. ആന എന്ന് പറഞ്ഞാൽ സാധാരണ ആനയല്ല, പണ്ടത്തെ പൃഥ്വിരാജ് ചൗഹാന്റെ ആനയല്ല. ആ ആനയ്ക്ക് ആർമറും ഇല്ല, ഒന്നുമില്ല. ഇവിടുത്തെ ആനയ്ക്ക് ആർമറുണ്ട്. ആർമർ ഉള്ളത് കൊണ്ട് തന്നെ നേരെ വന്ന് ഇവിടുത്തെ സൈന്യത്തിന് പറഞ്ഞാൽ ഇടിച്ച് പൊളിച്ച് കൊണ്ടുള്ള പവർ ആനയ്ക്കുണ്ട്. ആനയെ കുത്തിയാനൊന്നും കൊള്ളൂല ആർമർ ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ആനയെ ഒരു വിധം ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സൗണ്ട് ഒന്നൊക്കെ ബാധിക്കില്ല. പണ്ടൊക്കെ ഡ്രം ഒക്കെ അടിക്കുമ്പോൾ ആന പേടിച്ചോടും, പക്ഷെ ഇപ്പൊ ഓടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പേടി പെടുന്ന സ്വപ്നമാണ് ഈ ആനകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ബാബർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഗൺ പൗഡറും ക്യാനൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ക്യാനൻസ് ഫയർ ചെയ്യാൻ തുടങ്ങി. ആദ്യം ക്യാനൻസ് അങ്ങ് ഫയർ ചെയ്യും. പക്ഷെ ഈ ക്യാനൻ ഫയർ ആന കേട്ടിട്ടില്ല. ആന ഈ ഡ്രമ്മിന്റെ അടിയൊക്കെ പഠിച്ചിട്ടുള്ളൂ, ഈ ക്യാനൻ ഫയർ ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ ആന എന്ത് ചെയ്യും? ചെതറി ഓടും. ആന ചെതറി ഓടുമ്പോ എന്ത് ചെയ്യും? ആന ചെതറി ഓടുമ്പോ നേരെ ഇവരെ കൊല്ലാൻ വന്ന ആൾക്കാരെ അവരെ തന്നെ കൊല്ലും. അതായത് ഡൽഹി സുൽത്താൻ എന്റെ ആർമി കുറെ പേരെ ഈ ആനകൾ തന്നെ ചവിട്ടിക്കൂട്ടി കൊല്ലും. അപ്പൊ അങ്ങനെ കുറെ ആർമി അങ്ങനെ പോയി കിട്ടും. പക്ഷെ ഇവരെന്ത് ചെയ്യും? ബാക്കിയുള്ളവരെല്ലാം കൂടെ ബ്രേവറിയും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് നേരെ കയറി വരും. ഈ നേരെ കയറി ഇങ്ങോട്ട് വരണത് ഇവർ ഈ സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യും. ഈ സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് വേറെ മാർഗ്ഗമില്ല, നേരെ വരിക എന്നുള്ള മാർഗ്ഗമേ ഉള്ളൂ. ഈ കയറി വരണതും ക്യാനൻ വെച്ച് ഫയർ ചെയ്ത് മാക്സിമം ആൾക്കാരെ കൊന്നുകളയും. എന്നിട്ട് അവസാനം ബാക്കി വരുന്നത് ഒരു ഫൈറ്റ് ചെയ്ത് കൊല്ലും. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആ ബാബർ പിടിച്ചെടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ അദ്ദേഹത്തിന്റെ വാർ സ്ട്രാറ്റജി റൂമി മെത്തഡ് അല്ലെങ്കിൽ തുൽഗുമ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാർഫെയർ മെത്തേഡ് വെച്ചിട്ട് ജയിക്കാനുണ്ടായത്. ഓക്കെ, അതൊന്ന് കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ അതിന് കുറെ അറിവുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, അത് തുസുക്കി ബാബറി, അദ്ദേഹം ടർക്കിഷ് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. തുസുക്കി ബാബറി. പിന്നെ അദ്ദേഹം എഴുതിയ തുസുക്കി ബാബറി ടർക്കിഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ടർക്കിഷ് ഉണ്ട്, അതായത് ചാറ്റ്ഗായ് ടർക്കി എന്ന് പറയും. അപ്പൊ ആ ഒരു ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത്. പിന്നെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, പേർഷ്യയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ബാബർ നാമ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അബ്ദുൾ റഹീം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡിഡാക്റ്റിക് വർക്കാണ് മെത്നയി മുബീൻ. മെത്നയി മുബീൻ എന്ന് പറയുമ്പോൾ ഡിഡാക്റ്റിക് വർക്കുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇപ്പൊ നമ്മളിപ്പോ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഒരു മോറൽ പറഞ്ഞു കൊടുക്കും എന്ന് പറയില്ലേ. അപ്പൊ അതേപോലത്തെ മോറൽസ് ഉള്ള വർക്കുകളാണ് ഡിഡാക്റ്റിക് വർക്കുകൾ എന്ന് പറഞ്ഞാൽ. മത്നി മുബീൻ എന്ന് പറയുന്ന ഒരു ഡിഡാക്റ്റിക് വർക്ക് ബാബർ എഴുതിയിട്ടുണ്ട്. അപ്പം ബാബറിന്റെ ഓട്ടോബയോഗ്രഫി തുസുക്കി ബാബറി, പിന്നെ അദ്ദേഹത്തിന്റെ ഡിഡാക്റ്റിക് വർക്ക് മത്നി മുബീൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാള് രാജാവായിട്ട് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അദ്ദേഹം നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ് സെറ്റ് ചെയ്യണം. അതായത് ഇവിടെ അദ്ദേഹം സെറ്റ് ചെയ്യണം. പിന്നെ അടുത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ രാജ്പുത് റൂളേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഹാൻഡിൽ ചെയ്യണം. ബംഗാൾ ഹാൻഡിൽ ചെയ്യണം. പിന്നെ ഇവിടെ 1-2 സൈഡിൽ അഫ്ഗാൻ നോബിൾസ് കാണും. കാരണം ലോധി ഡൈനാസ്റ്റി പോയതിനു ശേഷം കുറച്ച് അഫ്ഗാനിസ്ഥാനിലുള്ള നോബിൾസ് കുറെ പേര് ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അവർ കാണും. അപ്പൊ അവരെയൊക്കെ ഡിഫീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ബാബറിന്റെ അടുത്ത ടാസ്ക്. അതിനുവേണ്ടിയുള്ള നടന്ന ഫൈറ്റുകളാണ് ഇതൊക്കെ. ബാറ്റിൽ ഓഫ് കൻവ 1527 ബാബറും റാണ സംഘയും കൂടെ. ബാറ്റിൽ ഓഫ് ചന്ദേരി 1528 ബാബറും മേദിനി റായിയും കൂടെ. പിന്നെ അവസാനം ബാക്കി ഉണ്ടായിരുന്ന അഫ്ഗാൻ നോബിൾസിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ബാറ്റിൽ ഓഫ് കാഗ്ര 1529. അപ്പൊ ആദ്യം പവർ കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇത്രയും ബാറ്റിൽസ് ബാബറിന് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ വേറെ റാണ സംഘ എന്ന് പറയുന്ന ഒരാള്, ഞാൻ നേരത്തെ പറഞ്ഞു ദൗലത് ഖാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ വന്ന് ഇവിടെ എന്തോ ചെയ്തിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞു. പക്ഷെ പോയില്ല. പോകാതെ വന്നപ്പോൾ ദൗലത് ഖാൻ ദേഷ്യം വന്നു. ദൗലത് ഖാൻ ബാബറിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ആ സമയത്തും റാണ സംഘയും പറഞ്ഞാണ് റാണ സംഘയ്ക്കും ഇബ്രാഹിം ലോധി ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ റാണ സംഘയും പറഞ്ഞ എന്താണ്? നിങ്ങൾ വന്ന് ഫൈറ്റ് ചെയ്തിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഡീലിംഗ് കൂടെ വെച്ചിരുന്നു, നിങ്ങൾ ആ സമയത്ത് എന്നെ സഹായിക്കാൻ വരണമെന്ന് ബാബർ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ബാബർ വന്ന സമയത്ത് റാണ സംഘയോ ആരും സഹായിച്ചില്ല. അതിന്റെ ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ബാബറിനെ ആ ഒരു ദേഷ്യം കൂടി ഈ ഒരു ഫൈറ്റിൽ തീർത്തു. റാണ സംഘയെ കൊന്നുകളഞ്ഞു, ദൗലത് ഖാനെ കൊന്നുകളഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞ് ബാബർ പവർ കൺസോൾഡേറ്റ് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബാബർ 1530 മരിക്കുന്നു. അതായത് 26 വന്നു 4 വർഷം, അതായത് യുദ്ധങ്ങളാണ് ഫുള്ള്. പിന്നെ 30 പുള്ളി മരിക്കുകയാണ് ചെയ്യുക. അത് കൂടുതലായിട്ട് പിന്നെ ജസ്റ്റ് പവർ കൺസോൾഡേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ബാക്കിയുള്ള റീഫോംസും കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല ബാബറിന്.
പക്ഷേ ബാബർ തന്നെ വന്ന് മുഗൾ എംപയർ കൺസോളിഡേറ്റ് ചെയ്തു. നേരത്തെ ഞാൻ ഡൽഹി സുൽത്താനായിട്ട് പറഞ്ഞാണ് കുത്ബുദ്ദീൻ ഐബക്ക് വന്നു. പക്ഷെ കുത്ബുദ്ദീൻ ഐബക്കിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞാൽ ഇൽത്തുമിഷ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ റിയൽ ഫൗണ്ടർ ബാബർ തന്നെയാണ്. കാരണം ബാബർ വന്ന് എല്ലാ യുദ്ധങ്ങളും ചെയ്ത് എല്ലാം പിടിച്ചെടുത്തിട്ടാണ് പുള്ളി മരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അതും ഓർക്കാം. അടുത്ത പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ട്രിവിയ പോലെ നോക്കി വെക്കുക, ഉലുഖൻ ദവ. ഈ ടേം നോക്കി, കാരണം ടേം വെച്ച് ക്വസ്റ്റ്യൻ വരാം. ഉലുഖൻ ദവ എന്ന് പറയുന്ന പോസ്റ്റൽ സിസ്റ്റം ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. കുതിരയുടെ പുറത്തും ഫൂട്ട് റണ്ണേഴ്സുമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കൊടുക്കുന്ന സിസ്റ്റത്തിനെയാണ് ഉലുഖൻ ദവ എന്ന് പറയുന്നത്. അത് കളക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്, 1 മൈലിന്റെ അകത്ത് തന്നെ 3 കളക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് വെച്ചിട്ടാണ് സാധാരണ വരുന്നത് ഈ ഒരു പോസ്റ്റൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഉലുഖൻ ദവ എന്നുള്ളത് ആ ടേം കാണുമ്പോൾ ഒന്ന് മനസ്സിലാവണം. ഓക്കെ, ജസ്റ്റ് നോക്കി വെക്കാം. അടുത്ത് രണ്ടാമത്തെ റൂളാണ് ഹുമയൂൺ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത് ഹുമയൂണിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഹുമയൂൺ എന്ന് പറയുമ്പോൾ ബാബറിന്റെ ഏറ്റവും മൂത്ത മകനാണ് ഹുമയൂൺ എന്ന്. അടുത്ത് റൂളർ ആവുന്നത് ആരായിരിക്കും? ഹുമയൂൺ ആയിരിക്കും. ഹുമയൂൺ നേരത്തെ ഈ യുദ്ധത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ചെറിയ ഏജിൽ തന്നെ പുള്ളി രാജാവ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഹുമയൂണിന് പക്ഷെ ഒരു പ്രശ്നം പറ്റുന്നത് തന്നെ ഹുമയൂൺ ഡിഫീറ്റ് ആവും. ഷേർഷാ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഹുമയൂൺ ഡിഫീറ്റ് ആവും ബാറ്റിൽ ഓഫ് ചോസൈൽ. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞു. അതായത് ഇവിടെ ബാബർ മരിക്കുന്നു, ഹുമയൂൺ രാജാവുന്നു. അപ്പൊ രാജാവാകുമ്പോൾ ഉള്ള ഹുമയൂണിന്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം പേരെയൊക്കെ യുദ്ധം ചെയ്ത് ബാബർ തോപ്പിച്ചു. പക്ഷെ എന്നിരുന്നാലും 1-2 ആൾക്കാർ ഇവിടെ പ്രശ്നകരമായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാളുണ്ടായിരുന്നു, സൗത്തിൽ ഒരാളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഷേർഷാ സൂരി, ബംഗാളിനടുത്ത് ഷേർഷാ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഈ 2 പേരാണ് പ്രശ്നക്കാർ. അപ്പൊ ഈ മെയിൻ ആയിട്ട് ബാബർ ഇങ്ങോട്ട് നമ്മുടെ ഹുമയൂൺ ഇയാളെ ശാന്തനാക്കാൻ വേണ്ടി താഴോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും. പറഞ്ഞത് വേണ്ടി അടുത്ത് ഹുമയൂൺ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ഇവിടുന്ന് ഫൈറ്റ് വിടണം. അങ്ങനെ ഇവർ 2 കൂടെ കുറച്ചു നേരം കളിപ്പിച്ച്. പക്ഷെ അവസാനമായപ്പോ താഴെയുള്ള പ്രശ്നം ഏകദേശം സോൾവ് ചെയ്യാൻ പറ്റി ഹുമയൂണിന്. പക്ഷേ ഈ ഷേർഷയുടെ പ്രശ്നം അവിടെ നിന്നു. അപ്പൊ ഷേർഷയെ വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പോണ വഴിക്ക് എല്ലാ റൂളേഴ്സിനും പറ്റുന്ന അബദ്ധം അവിടെ പറ്റി. കാരണം ബംഗാളിൽ ചുമ്മാ കയറി ഒന്നും പോകരുത്, അത് നമുക്കറിയാം. കാരണം അവിടുത്തെ ജോഗ്രഫി അറിയാന്നുള്ളവനെ അവിടെ നിൽക്കാൻ പറ്റും. അത് പണ്ടത്തെ കണ്ടു പഠിക്കാനായിരുന്നു. പക്ഷെ ഹുമയൂൺ ആ മണ്ടത്തരം കാണിക്കും. ഹുമയൂൺ കാണിക്കണമെന്ന് പറഞ്ഞാൽ നേരെ കയറി ഇങ്ങ് പോകും. അപ്പൊ ഷേർഷ എന്ത് ചെയ്യും? നേരെ ആസാമിലോട്ട് പോയി അവിടെ ഒളിച്ചിരുന്നു. അപ്പൊ ഈ ഫ്ലഡ് വരുന്ന സമയത്ത് ഹുമയൂണിന്റെ ആർമി ഫുള്ളും എന്ത് ചെയ്യും? വെള്ളത്തിൽപ്പെടും. ഹുമയൂണിന് പണി കിട്ടും. ഹുമയൂൺ കഷ്ടിച്ചാണ് രക്ഷപ്പെടണം അവിടുന്ന്. അപ്പൊ അവിടെ 2 യുദ്ധങ്ങൾ നടക്കും. ഒന്ന് ബാറ്റിൽ ഓഫ് ചൗസ, അവിടെയും 1539 അവിടെയും ഷേർഷ ഡിഫീറ്റ് ചെയ്യും. അടുത്ത് ബാറ്റിൽ ഓഫ് ബിൽഗ്രാം നടക്കും 1540. അതിനെ ബാറ്റിൽ ഓഫ് കന്നോജ് എന്ന് പറയും കേട്ടോ. അവിടെയും എന്ത് ചെയ്യും? അവസാനം ഹുമയൂൺ തോൽക്കും, കഷ്ടിച്ച് രക്ഷപ്പെടും ആ ബാറ്റിലിന് ശേഷം. എന്നിട്ട് നേരെ എക്സൈലിൽ പോകും, ഒളിച്ച് നേരെ ഇറാനിലോട്ട് പോകും. കാരണം പിന്നെ വേറെ ഇവിടെ നിൽക്കാൻ പറ്റൂല, ആ അവസ്ഥയാവും. അങ്ങനെ മുഗളിനെ വന്നപ്പോ തന്നെ മുഗളിന് എന്ത് ചെയ്തു? ഒരു അടി കിട്ടി എന്നുള്ളതാണ്. അതായത് ഇടയ്ക്കൊരു സമയത്ത് മുഗൾ ഡൈനാസ്റ്റിയുടെ സമയത്തില് മുഗൾ എറയുടെ സമയത്തിന് ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സർ ഇന്ററേനം. സർ ഇന്ററേനം എന്ന് പറയും. അതായത് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു പീരീഡ് ആണ്. ആ സമയത്ത് സർ ഡൈനാസ്റ്റിയാണ് ഭരിക്കുന്നത് ഒരു 10-15 വർഷം. പിന്നെ തിരിച്ചു പിടിക്കുന്നുണ്ട് ഹുമയൂൺ. അവസാനത്തെ സമയങ്ങളിൽ വന്ന് തിരിച്ചു പിടിക്കുന്നുണ്ട്. 1555 തിരിച്ച് ഹുമയൂൺ പിടിക്കുന്നത്. അത്രയും സമയം ആരായിരിക്കും അവിടുത്തെ റൂളർ? ഷേർഷാ സൂരി ആയിരിക്കും. പിന്നെ ഷേർഷാ സൂരിയും അതിനുശേഷം ഷേർ ഡൈനാസ്റ്റിയിലെ ബാക്കി 1-2 റൂളേഴ്സ് ആയിരിക്കും ഭരിക്കുന്നത്. ഓക്കെ, ആ സമയം അത്രയും പുള്ളി ഇറാനിലാണ് നിൽക്കുന്നത്. പിന്നെ തിരിച്ചു വന്ന് 1555 തിരിച്ചു വന്ന് അവിടെ നിന്ന് പവർ പിടിക്കുന്നുണ്ട് തിരിച്ച്. പക്ഷെ 1556 ആകുമ്പോൾ പുള്ളി മരിക്കുന്നുണ്ട്. ഓക്കെ, കോണിപ്പടിയിൽ നിന്ന് ലൈബ്രറിയിലായിരിക്കുമ്പോൾ സ്റ്റെയർ കേസിൽ നിന്ന് വീഴുന്നാണ് പുള്ളി മരിക്കുന്നത്. ഓക്കെ, കുത്ബുദ്ദീൻ ഐബക്ക് നമ്മൾ പറയുന്നത് ചൗകാൻ കളിച്ചുകൊണ്ട് മരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഹുമയൂൺ ആണെങ്കിൽ സ്റ്റെയർ കേസിൽ നിന്ന് വീഴുന്നാണ് മരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഹുമയൂൺ നാമ എന്ന് പറഞ്ഞാൽ. അത് ഗുൽബദൻ ബീഗം ആണ് എഴുതിയത്. അദ്ദേഹത്തിന്റെ സഹോദരി ആണ് എഴുതിയത്. പേർഷ്യൻ ലാംഗ്വേജിലാണ് എഴുതിയത്. ഓക്കെ, ഗുൽബദൻ ബീഗം. ഹുമയൂൺ നാമ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അത്രയായിരുന്നു ഇവിടെ ഓർക്കുക. അടുത്തത് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് പിടിച്ചെടുത്ത ആരാണ്? ഷേർഷ അല്ലെങ്കിൽ ഷേർ ഡൈനാസ്റ്റിയുടെ റൂള് 15 വർഷം ഉണ്ടായിരുന്നു. ഫറീദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷേർ ഖാൻ എന്ന് പിന്നീട് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ജോൺപൂർ എന്നൊരു സ്ഥലത്തോട്ട് ജാഗിർദാർ മാത്രമായിരുന്നു കേട്ടോ. ജാഗിർ എന്ന് പറയുമ്പോൾ ലാൻഡിനെ വിളിക്കുന്ന പേരാണ് ജാഗിർ. നേരത്തെ നമ്മൾ ഇക്തദാരി സിസ്റ്ററിൽ ഇക്ത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മുകളിൽ പറയുന്നത് ജാഗിർദാരി. സെയിം സിസ്റ്റം, വേറെ ഒരു വ്യത്യാസമില്ല, സെയിം സിസ്റ്റം. ഇക്തദാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ പോലെ തന്നെ ജാഗിർദാരി സിസ്റ്റം. പേരിൽ മാത്രമേ ഉള്ളൂ. കൊടുക്കുന്ന ലാൻഡിന്റെ പേര് ജാഗിർ എന്ന് പറയും. ജാഗിർ എന്നൊരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡിൽ നിന്നായിരിക്കും റവന്യൂ എടുത്ത് രാജാവിന് കൊടുക്കേണ്ടത്. അതേപോലെ അവിടുത്തെ ഒരു ജാഗിർദാർ ആയിരുന്നു ആര്? ജാഗിർദാറിന്റെ മകനായിരുന്നു. ഓക്കെ, ഷേർഷാ എന്ന് പറഞ്ഞ. പിന്നെ അതുപോലെ തന്നെ 1540 പിന്നെ അത് പിന്നീട് പവർഫുൾ ആകും കേട്ടോ. കുറെ കൂടെ പവർഫുൾ ആയി. ബാബറിന്റെ സമയത്ത് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ബാബറിന്റെ പവർ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫൈറ്റ് ചെയ്യാനൊക്കെ നോക്കി ഇടയ്ക്ക് ബാബറിനെ. പക്ഷെ ബാബർ അടിച്ചിരുത്തി, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹുമയൂണിന്റെ സമയത്ത് പിന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്.
പിന്നെ എന്ത് ചെയ്തു? 14 വർഷത്തിന് ശേഷം പിന്നെയും ഷേർഷാ വന്നപ്പോ ഷേർഷയും അഫ്ഗാൻ ഡൈനസ്റ്റിയാണ്. പിന്നെ അഫ്ഗാന്റെ സെക്കൻഡ് റൂൾ എന്നറിയപ്പെടുന്നത് ഈ ഷേർഷയുടെ ഒരു സമയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പിന്നെ ഷേർഷയും അദ്ദേഹത്തിന്റെ സക്സസേഴ്സ് നിങ്ങൾ 15 വർഷം റൂൾ ചെയ്തു. അത് സെക്കൻഡ് അഫ്ഗാൻ എംപയർ എന്നാണ് അറിയപ്പെടുന്നത്. 5 വർഷമേ സത്യം പറഞ്ഞാൽ ഷേർഷ റൂൾ ചെയ്തുള്ളൂ. കാരണം 45 തന്നെ അദ്ദേഹം ഒരു കലിഞ്ചർ എന്ന് പറഞ്ഞൊരു ഫോർട്ട് പിടിച്ചടക്കാൻ പോയ സമയത്ത് അദ്ദേഹം ഒരു മൈൻഡിൽ ചവിട്ടി അത് പൊട്ടിത്തെറിച്ച് മരിക്കുകയും ചെയ്തത്. ഇങ്ങനെയുള്ള ആക്സിഡന്റൽ ഡെത്ത്സ് ഒക്കെ ഇവിടെ കുറെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഇവിടെ നോക്കാം. 45 ശേഷം അദ്ദേഹത്തിന്റെ സക്സസേഴ്സ് ആണ് 10 വർഷം റൂൾ ചെയ്തത്. പക്ഷേ സക്സസേഴ്സ് ഷേർഷയെ പോലെ അത്രയും സ്ട്രോങ് അല്ലായിരുന്നു. അതുകൊണ്ട് ഹുമയൂണിന് തിരിച്ചു പിടിക്കാൻ പറ്റി. ഷേർഷയുടെ ഇമ്പോർട്ടന്റ് മിനിസ്റ്റേഴ്സിന്റെ പേരൊന്ന് നോക്കാം. ദിവാനി അറീസ് നേരത്തെ തന്നെ സെയിം ആർമിയുടെ. പിന്നെ ദിവാനി വിസാർത്ത് വസീറാണ്. വസീർ റവന്യൂ ഫിനാൻസ് പ്രധാനമന്ത്രി, അതൊക്കെ വസീറാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ദിവാനി റിസാലത്ത് എന്ന് പറഞ്ഞ ഫോറിൻ മിനിസ്റ്ററും ദിവാനി ഇൻച എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററും. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെയാണ് തിരിഞ്ഞു പോകണം. ബാക്കിയൊക്കെ നമുക്ക് അതുപോലെ പഠിക്കാം. ഈ ഡിപ്പാർട്ട്മെന്റുകൾ 1-2 പ്രാവശ്യം നോക്കാം. ദിവാനെ കോഹി ആര് കൊണ്ടുവന്നു, ദിവാനെ റിസാലത്ത് ആര് കൊണ്ടുവന്നു, പിന്നീട് നമ്മൾ ഡൽഹി സുൽത്താൻ അതിൽ കുറെ നോക്കി, ദിവാനെ മുസ്തഖ് രാജ് ആര് കൊണ്ടുവന്നു. ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതൊക്കെ ഒന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക. കാരണം ഇതൊക്കെ മറന്നുപോവാം. ഇതിൽ കഥയൊന്നുമില്ല. എന്താണ് ടൈറ്റിൽ, എന്താണ് അതിന്റെ റോൾ, എന്താണ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഷേർഷാ അദ്ദേഹത്തിന്റെ എംപയറിനെ കംപ്ലീറ്റ് ആയിട്ട് 47 സർക്കാരുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. അതായത് സാധാരണ മുഗൾ എംപയറിന്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അത് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ്. സുബ ആയിരിക്കും ഏറ്റവും വലിയ ഡിവിഷൻ. സുബയായിട്ട് ഫസ്റ്റ് ഡിവിഷൻ സുബയായിരിക്കും. നമ്മൾ രാഷ്ട്രകൂടാസ് നോക്കിയപ്പോൾ രാഷ്ട്രം ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ ഇവിടെ, അല്ലെങ്കിൽ ഇപ്പൊ പാലയായാലും ഗുജറാത്ത് ബിഹാരായാലും നമ്മൾ എന്ത് ചെയ്തു, ബുക്തി എന്ന് ഡിവൈഡ് ചെയ്തു. അതുപോലെ മുകളിൽ ഡിവൈഡ് ചെയ്യുന്ന നമ്മൾ സുബ എന്നാണ്. സുബ എന്ന് തന്നെ അതിന്റെ താഴെ ഷിക്ക് അല്ലെങ്കിൽ സർക്കാരായിരിക്കും. ഇത് ഏകദേശം ഒരേപോലത്തെ സംഭവമാണ്, സിഖ് അല്ലെങ്കിൽ സർക്കാർ. ഇതിന് ശേഷമാണ് ബാക്കി വരുന്ന എന്താണ് പർഗണ വരുന്നത്. പർഗണ ഈ ഒരു ക്ലാസിഫിക്കേഷൻ മുകളുടെ കാര്യത്തിൽ ഒന്ന് ഓർത്ത് വെക്കുക. മറന്നു അത് ഓർക്കുക, ഒന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഇതിൽ ഈ ഷേർഷാ ചെയ്യുന്ന ഫസ്റ്റ് അതിനെ സർക്കാരായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, സുബയായിട്ടല്ല. മുകളിൽ സാധാരണ സുബയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഷേർഷാ ഡിവൈഡ് ചെയ്തത് എങ്ങനെ, സർക്കാരായിട്ട്. 47 സർക്കാരായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനാണ് ഷിക്താർ. ഷിക്ദാർ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കുക, സാധാരണ ഒരു ഷിക്ക് എന്ന് പറഞ്ഞ ഏരിയ ഞാൻ പറഞ്ഞില്ലേ, സുബയുണ്ട്, ഷിക്കുണ്ട്, സർക്കാരുണ്ട്, പർഗണയുണ്ട്. അതിൽ ഷിക്ക് എന്ന് പറഞ്ഞ ഏരിയ ഹെഡ് ആയിരിക്കും സിക്ദാർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ലാൻഡ് ഓർഡർ മെയിൻറ്റെയിൻ, ആ ഒരു ഷിക്കിന്റെ സ്ഥലത്തിന്റെ ലാൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യായിരിക്കും അയാളുടെ റോൾ സാധാരണ. പിന്നെ മുൻസിഫാണ്, ചീഫ് മുൻസിപ്പൽ ജഡ്ജ് ആയിരിക്കും അഡ്മിനിസ്ട്രേഷനൊക്കെ ഓരോ സർക്കാരിൽ. ഇവിടെ സർക്കാർ ഷിക്ക് എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നും തന്നെ. അപ്പൊ അതിന്റെ ഹെഡ് ഷിക്ദാർ. ആ ഒരു കാര്യത്തിൽ ഓർത്തായി. സർക്കാരിനെ തന്നെ പർഗണയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചീഫ് സിക്ദാർ ആണ് ലാൻഡ് ഓർഡർ ആണെങ്കിൽ, ബാക്കി ഷിക്ദാർ ഉണ്ട്, വേറെ മിലിറ്ററി ഓഫീസേഴ്സിന് വേറെ സിക്ദാർസ് ഉണ്ട്. ലാൻഡ് റവന്യൂവിന് ആമിർ, ഫോർട്ട്ദാർ ട്രഷറർ, അക്കൗണ്ടന്റ് ആയിട്ട് കർക്കൂൺസ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഓഫീസേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഓഫീസർ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറഞ്ഞ റോഡ് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ചിറ്റഗോങ് മുതൽ കാബൂൾ വരെ വരുന്ന റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ആ റോഡ് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ഉള്ള റോഡാണ്, ഇപ്പോഴും ഫേമസ് ആയിട്ടുള്ള റോഡ് തന്നെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ മാലിക് മുഹമ്മദ് ജയ്ഷി, ഫേമസ് ആയിട്ടുള്ള ഹിന്ദി പത്മാവതി വർക്ക് എഴുതി ഇദ്ദേഹത്തിന്റെ സമയത്താണ്. ഇതിലാണ് മറ്റേ അലാവുദ്ദീൻ ഖിൽജിയുടെ കഥ. പത്മാവതി എന്ന് പറഞ്ഞ രാജ്ഞിക്ക് വേണ്ടി അദ്ദേഹം ചിറ്റോർ പിടിച്ചെടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ കഥ. അത് കള്ളമാണ്. കാരണം അതിനു വേണ്ടിയൊന്നുള്ള പോയ അവിടെ ശാന്തമാക്കാനും ഇവിടെ ഖിൽജി ഡൈനാസ്റ്റിയുടെ പവർ ആണെന്ന് പറയാൻ വേണ്ടിയാണ് പോയത്. പിന്നെ അവസാനം ഈ പെണ്ണുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതായത് ആ ഒരു സ്ഥലത്തുള്ള ഫീമെയിൽസ് എല്ലാവരും കൂടെ ജോഹർ എന്ന് പറഞ്ഞൊരു പ്രാക്ടീസിങ് കേട്ടോ. നമ്മൾ സതി എന്ന് പറയും പോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന ഒരു പ്രാക്ടീസാണ് ജോഹർ എന്ന് പറയുന്നത്. ജോഹർ ഒരു റിലീജിയസ് പ്രാക്ടീസാണ്. അതായത് മുസ്ലിം റൂളേഴ്സിന്റെ കയ്യിൽ ഈ ഒരു രാജ്പുത് സ്ത്രീകൾ അവരുടെ കീഴിൽ വരരുത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെടാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ തീയിൽ ചാടി മരിക്കുന്ന ഒരു കർമ്മമാണ് ജോഹർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവസാനം പത്മാവതി ചെയ്യുന്നത്. ആ സിനിമയിൽ കാണിക്കും, ജോഹർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരു കഥ വടക്കുന്ന സീന് വരുമ്പോൾ ജോഹറാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഈ ഒരു മാലിക് മുഹമ്മദ് ജയ്സിയുടെ ബുക്കിലുണ്ട്. പക്ഷെ അതിൽ ഞാൻ പറയാം കൂടുതലും സത്യമല്ല, നമ്മൾ സത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ആ നടന്നിട്ട് 300 വർഷം ഇങ്ങനെ എഴുതിയാണ്. അപ്പൊ അതായത് ഞാൻ ഇപ്പൊ ഒരു കഥ എഴുതിയാണ്, ഇപ്പൊ ഞാൻ എഴുതിയാണ് എന്താണ് ഖിൽജി ഡൈനാസ്റ്റിയിൽ നടന്ന കാര്യങ്ങൾ എഴുതുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഒതന്റിസിറ്റി കുറയും എപ്പോഴും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫുൾ ഹിസ്റ്ററി ആയിട്ട് കണക്കാക്കുന്നില്ല, ഒരു ഫെയറി ടെയിൽ ആയിട്ടാണ് കൂടുതലും കണക്കാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് വാൾഡ് സിറ്റി അദ്ദേഹം കൊണ്ടുവന്നു. അതിന്റെ പേരാണ് പുരാന കില എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. വാൾഡ് സിറ്റി, പുരാന കില. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ മൊസോളിയം സസാറം അല്ലെങ്കിൽ ബീഹാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മൊസോളിയം ഉണ്ട്. മൊസോളിയം എന്ന് പറയുമ്പോൾ എന്താണ്, അദ്ദേഹത്തിന്റെ മരിച്ച സ്ഥലം. അതായത് മൊസോളിയം അദ്ദേഹം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ. അതും കൂടെ ജസ്റ്റ് നോക്കിയോ, അതും കൂടെ പറഞ്ഞു നടത്താം. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഉണ്ട്. അതായത് ഇങ്ങനെ ആയിരിക്കും, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെ ചാർ ബാഹ് എന്ന് പറയും. ഇവിടെ വാട്ടർ കനാൽസ് ആയിരിക്കും കൂടുതലും.
ഇവിടെ ഗാർഡൻസ് ആയിരിക്കും, 4 ഗാർഡൻ ആയിരിക്കും, ഇവിടെ വാട്ടർ കനാൽ ആയിരിക്കും, നടുക്കായിരിക്കും ഈ ശവകുടീരം വരുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കും ഇതിനെ ചാർബാഗ് സ്റ്റൈൽ എന്ന് പറയും, ചാർബാഗ് സ്റ്റൈൽ. ഈ ചാർബാഗ് സ്റ്റൈൽ കൊണ്ടുവന്ന ബാബറാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ഇതിന്റെ ആർക്കിടെക്ചർ ലിറ്ററേച്ചറിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് നോക്കാം, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഈ ചാർബാഗ് സ്റ്റൈലാണ് ഈ ഒരു മൊസോളിയം ഉണ്ടാക്കിയിരിക്കുന്നത്. സസാറം ബീഹാറിലുള്ളതാണ്. ആര് നമ്മുടെ ഷേർഷേര. ഇത് ബാബർ കൊണ്ടുവന്നാണ്, അദ്ദേഹം ഇത് പിന്നെ പിന്തുടർന്നു എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ അക്ബറിനെയാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ഹുമയൂണിന്റെ ജസ്റ്റ് അവസാനമുള്ള കാര്യം, അക്ബർ തൊട്ട് നമുക്ക് നാളെ നോക്കാം കൃത്യമായിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ഇപ്പോഴേ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ക്ലാസ് നമുക്ക് നാളെ നോക്കാം. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിനെ അറിയിക്കുക. അതുവഴി ഞാൻ കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.